ഞാൻ സമ്പൂർണ്ണ ഹൃദയമോടെ സ്തുതി സ്തോത്രവും എല്ലാ പുകഴ്ചയും എന്നും നിനക്കു മാത്രം. ചേർന്ന് പാടി എൻ്റെ യേശുരാജാവേ എന്നും സ്തുതിക്കും ഞാൻ, എൻ്റെ ജീവൻ തന്നവനേ സ്തുതിക്കും ഞാനെന്നും. എൻ്റെ യേശുരാജാവേ എന്നും സ്തുതിക്കും ഞാൻ, എൻ്റെ ജീവൻ തന്നവനേ സ്തുതിക്കും ഞാനെന്നും. ഹല്ലേലൂയ. ആനന്ദവും ജയജീവനും തരുമൻ പ്രഭോനാഥ, വീഴുന്നോരെ തൻകരങ്ങളാൽ താങ്ങി നടത്തുന്ന. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ അങ്ങേ മഹത്വകർത്താവേ, ആനന്ദവും ജയജീവനും തരുമൻ പ്രഭോനാഥ, വീഴുന്നോരെ തൻ പൊൻകരങ്ങളാൽ താങ്ങി നടത്തുന്നോനേ. ആനന്ദവും ജയജീവനും തരുമൻ പ്രഭോനാഥ, വീഴുന്നോരെ തൻ പൊൻകരങ്ങളാൽ താങ്ങി നടത്തുന്നോനേ. ചേർന്ന് പാടി എൻ്റെ യേശുരാജാവേ എന്നും സ്തുതിക്കും ഞാൻ, എൻ്റെ ജീവൻ തന്നവനേ സ്തുതിക്കും ഞാനെന്നും. ചേർന്ന് പാടി കർത്താവിനെ, എൻ്റെ യേശുരാജാവേ എന്നും സ്തുതിക്കും ഞാൻ, എൻ്റെ ജീവൻ തന്നവനേ സ്തുതിക്കും ഞാനെന്നും. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ട് സ്നേഹസഖിയ, ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും എൻ രക്ഷകാ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശുമാത്രം മതിയേനിക്കേതു നേരത്തും. ചേർന്ന് പാടി എൻ രക്ഷകാ എൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശുമാത്രം മതിയേനിക്കേതു നേരത്തും. ചേർന്ന് പാടാം.
എന്റെ ക്ഷീണിത രോഗത്തിലും അങ്ങ് മാത്രമാണ് എന്റെ വൈദ്യൻ. മറ്റാരെയും ഞാൻ കാണുന്നില്ല എന്റെ രോഗശാന്തിക്കാൻ. രാത്രികാലം യഹോവ റാഫ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവ് ഈ രാത്രികാലം നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രത്യാശയോടെ ചേർന്ന് പാടി കർത്താവിനെ ബഹുമാനപ്പെടുത്താം. ഹല്ലേലൂയ, ആമേൻ. ക്ഷീണിത രോഗത്തിൽ നീ മാത്രമെൻ വൈദ്യൻ, മറ്റാരെയും ഞാൻ കാണുന്നില്ല രോഗശാന്തിക്കാൻ. എന്നാശ്രയം എന്നേശു കർത്താവേ, എൻ രക്ഷകനായ എൻ ദൈവമേ, നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയേതു നേരം. എൻ രക്ഷകനായ എൻ ദൈവമേ, നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയേതു നേരം. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കരയറ്റാം. ഹല്ലേലൂയ. നമ്മുടെ ക്ഷീണിത രോഗത്തിലും ഏതൊരവസ്ഥയിലും എന്റെ കർത്താവ് മാത്രമാണ് നമ്മുടെ ആശ്രയം. ഹല്ലേലൂയ. ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. യെശയ്യാപ്രവചന പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആമേൻ. ഈ ദിവസങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മൾ ശക്തിയെ പുതുക്കി. ഈ ദിവസങ്ങളിൽ യവനക്കാർ ഇടറി വീഴുമ്പോൾ, ബാല്യക്കാർ ക്ഷീണിച്ചു പോകുമ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഈ രാത്രികാലം ഹല്ലേലൂയ ആ സർവശക്തിനെ നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവും കുഞ്ഞുങ്ങൾ ആനന്ദദായകം. നമുക്ക് കരങ്ങളെ അടിച്ച് വളരെ ശക്തിയോടെ അഭിഷേകത്തിന് നിറവോടെ ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവേ അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് മഹത്വം. ഓ ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. ആമേൻ. കരങ്ങളെ തട്ടി സന്തോഷത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ മഹത്വം കരയറ്റാം. ഹല്ലേലൂയ. ഓ പരിശുദ്ധനെ അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേലേക്ക് പകരണം കർത്താവ്. ഹല്ലേലൂയ. യേശുവേ. ലോകത്തിൽ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവേടിയിടുമ്പോൾ, ലോകത്തിൽ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവേടിയിടുമ്പോൾ, സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമെന്ന കൂട്ടാളിയാണ്. സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമെന്ന കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദം. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞു
ആനന്ദദായകം. അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമെന്നും കൂട്ടാൾ. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമെന്നും കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ചേർന്ന് പാടി കർത്താവിന് മാത്രം കരേറ്റാം. ഇത്ര നല്ല ഇടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ, കൂട്ടാളിയാണ്. ഹല്ലേലൂയ. വളരെ പ്രത്യാശയോടെ ശക്തിയോടെ ചേർന്ന് പാടി കർത്താവിന് മാത്രം കരേറ്റാം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ, കൂട്ടാളിയാണേ. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ, കൂട്ടാളിയാണേ. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദ. ബഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റ പ്രത്യാശയോടെ ചെറുപടമോ. ആമേൻ. ബഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടതയേറ്റ പ്രിയനെ കാണാറാ. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം. ആമേൻ. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദ. ആമേൻ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, ചേർന്ന് പാടി കർത്താവിന് മഹത്വം കരേറ്റി രാത്രികാലം ശക്തിയോടെ ബലത്തോടെ കർത്താവിന് മഹത്വം കരേറ്റി. ആമേൻ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേർന്ന് പാടി കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കരേറ്റാം. ഈ രാത്രികാലം കർത്താവിന്റെ സമീപത്തോടെ ആയിരിക്കുമ്പോൾ ദൈവിക ശക്തി പ്രാപിച്ചുകൊണ്ട് ബലം പ്രാപിച്ചുകൊണ്ട് കർത്താവിന് മഹത്വം കരേറ്റാം. യഹോവ ഈരെ അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം, നമ്മുടെ സകല ചിന്താഭാരങ്ങൾ വിട്ടുകൊണ്ട് കർത്താവിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ. ആമേൻ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നീനച്ചിടുമ്പോ. ആമേൻ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നീനച്ചിടുമ്പോൾ. ആമേൻ. എനിക്കായി കരുതുവാൻ ഈ കത്തിയിലില്ലേ, ചുമത്തുന്ന ഭാരമെല്ലാം തന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഈ കത്തിയിലില്ലേ, ചുമത്തുന്ന ഭാരമെല്ലാം
തന്റെ ചുമൽ ചെറുപാടി എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ ആമേൻ എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ ഓ എനിക്കായി കരുതുവാൻ ഇഹത്തിനില്ലേ ചുമത്തുമൻ ഭാരമെല്ലാം തന്റെ ചുമലിൽ എനിക്കായി കരുതുവാൻ ഇഹത്തിനില്ലേ ചുമത്തുമൻ ഭാരമെല്ലാം തന്റെ ക്ഷാമമേറ്റു സാരാപാറ്റ് സഹിച്ചിടാനായി മരിക്കുവാനൊരുക്കമായിരുന്നിടി ആമേൻ ക്ഷാമമേറ്റു സാരാപാറ്റ് സഹിച്ചിടാനായി മരിക്കുവാനൊരുക്കമായിരുന്നിടിലും ഓ കലത്തിലെ മാവുലശം കുറയുന്നില്ലേ എന്റെ കലശത്തിൽ എണ്ണ കവിഞ്ഞൊഴുകിടുമേ കലത്തിലെ മാവുലശം കുറയുന്നില്ലേ എന്റെ കലശത്തിൽ എണ്ണ കവിഞ്ഞൊഴുകിടും ചേർന്ന് പാടിയാമേ എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ ആമേൻ എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ ഓ എനിക്കായി കരുതുവാൻ ഇഹത്തിനില്ലേ ഒന്നും ചുമത്തുന്നൻ ഭാരമെല്ലാം തന്റെ ചുമലിൽ എനിക്കായി കരുതുവാൻ ഇഹത്തിനില്ലേ ചുമത്തുന്നൻ ഭാരമെല്ലാം തന്റെ ചുമലിൽ ചേർന്ന് പാടി കർത്താൻ മാത്രം കരയറ്റാം യഹോവയീരേ അവൻ നമുക്ക് വേണ്ടി എല്ലാം കരുതുന്ന ഒരു കർത്താവ് ഈ രാത്രികാലം നമ്മുടെ ഭാരങ്ങളെ നമ്മുടെ ആവശ്യങ്ങളെ നമ്മുടെ വ്യതകളെ നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ഒരു കർത്താവുണ്ട് ചേർന്ന് പാടി കർത്താൻ മോശപ്പെടുത്താം യഹോവയീരേ അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം ഹല്ലേലൂയ യേശുവിന് മഹത്വം എൻ ഹൃദയേ സമാധാനം യഹോവയീരേ എൻ ഭവനേ സർവ നന്മകളും യഹോവയീരേ ഒന്ന് ചേർന്ന് പാടാമോ എൻ ഹൃദയേ സമാധാനം യഹോവയീരേ എൻ ഭവനേ സർവ നന്മകളും യഹോവയീരേ തൻ മകനായി ജീവിക്കും ഞാൻ തൻ വഴിയേ നടക്കും ഞാൻ തൻ വചനം ഘോഷിക്കും ഞാൻ യഹോവയീരേ യഹോവയീരേ യീരേ യീരേ ആമേൻ യഹോവയീരേ യീരേ യീരേ യഹോവയീരേ യീരേ ചേർന്ന് പാടി വിശ്വാസത്തോടെ യഹോവയീരേ യീരേ യീരേ തന്മക്കൾക്കായി ദൈവം കരുതും ഉന്നതമായി ആകുലമോ ഇനിയും യഹോവയീരേ യഹോവയീരേ യീരേ യീരേ യഹോവയീരേ യീരേ യീരേ യഹോവയീരേ യീരേ യീരേ ആമേൻ തന്മക്കൾക്കായി ദൈവം കരുതും ഉന്നതമായി ആകുലമോ ഇനിയും യഹോവയീരേ യഹോവയീരേ ചേർന്ന് പാടി കർത്താൻ മാത്രം കരയറ്റാം ആമേൻ യഹോവയീരേ യീരേ പരിശുദ്ധനായ മഹത്വം കർത്താവേ ഹല്ലേലൂയ യീരേ യീരേ യഹോവയീരേ യീരേ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ വിശ്വാസത്തോടെ ചേർന്ന് പാടി ആമേൻ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് ഓ എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം ചേർന്ന് പാടി ശക്തിയോടെ ആമേൻ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ആമേൻ ഇമ്മാനുവേൽ നിന്റെ ഹല്ലേലൂയ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിയും കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിയും ചേർന്ന് പാടി അമ്മേ ായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിയും
കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടി. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ ചേർന്ന് പാടി ആശയോടെ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കർത്താവെ രക്ഷിക്കിയാൽ കർത്താവെ ഭയപ്പെടേണ്ട. ലോകാവസാനം മുഴുവൻ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് വിലയേറി വാഗ്ദാനം നൽകിയ അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി കർത്താവെ. ആമേൻ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. കരങ്ങളെ തട്ടി കർത്താവ് മോഹം കരേറ്റാം. കർത്താവിന്റെ ശക്തി. ഹല്ലേലൂയ. ദാനിയേലിന്റെ കൂടിയിരുന്ന കർത്താവ്. ഹല്ലേലൂയ. അബേദിനോട് കൂടിയിരുന്ന കർത്താവ് ഈ രാത്രികാലം നമ്മുടെ എല്ലാ അവസ്ഥയിലും നമ്മോട് കൂടിയിരുന്ന് നമ്മളെ വഴി നടത്തുന്ന ഒരു കർത്താവ്. ഭയപ്പെടേണ്ട മകനെ മകളെ ഉയർച്ചയുടെ കർത്താവിനെ ഈ രാത്രികാലം കരങ്ങളെ തട്ടി കർത്താവ് മോഹം കരേറ്റാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഈ ഉപവാസ പ്രാർത്ഥന വലിയൊരു വിടുതൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തികളിൽ കാണുവാൻ കർത്താവേ അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മേൽ പകർത്തി അനുഗ്രഹിക്കണം കർത്താവേ. നന്ദിയോടെ വാഴ്ത്തുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ, യേശു അങ്ങേക്ക് മഹത്വം കർത്താവേ, അങ്ങേക്ക് മഹത്വം കർത്താവേ. അപ്പാ ദേവന്മാരിൽ അങ്ങേ പോലൊരു ദൈവമില്ല കർത്താവേ, അങ്ങയുടെ പ്രവൃത്തി പോലൊരു പ്രവൃത്തിയില്ല കർത്താവേ. അങ്ങയുടെ കൃപകൾക്കായി നന്ദി പറഞ്ഞു. ഞങ്ങളുടെ വൈരികളുടെ കയ്യിൽ ഞങ്ങൾ വിടുവിച്ച കർത്താവ് ഈ രാത്രി കാലം ഞങ്ങൾ നടത്തിയ വിധങ്ങൾക്കായി നന്ദി കർത്താവ്. ഓ പരിശുദ്ധനെ 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 അങ്ങേക്ക് മഹത്വം കർത്താവ്, അങ്ങേക്ക് മഹത്വം കർത്താവേ. ഒരു നിമിഷം കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. അപ്പോൾ നമ്മൾ പാടിയതുപോലെ ഏതൊരവസ്ഥയിലും നമ്മോട് കൂടിയുള്ള ഒരു കർത്താവ്, നമ്മുടെ ഭാരങ്ങളെ അറിയുന്ന കർത്താവ്, നമ്മുടെ വേദനകളെ അറിയുന്ന കർത്താവ്. ഹല്ലേലൂയ. നമ്മൾ ഇത്രത്തോളം കൊണ്ടുവന്ന കൃപയോട് നമ്മൾ സ്തോത്രം ചെയ്യാം. രോഗിയായിരുന്നപ്പോൾ യഹോവ റാഫയായി, തോൽവികൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ യഹോവ നിസ്സിയായി. നമ്മളെ കൊണ്ടുവന്ന കൃപയോട് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് ഞങ്ങളുടെ കഴിവെന്ന് പറയുന്നു, ഞങ്ങളുടെ പ്രവൃത്തി എന്ന് പറയുന്ന ഒന്നുമില്ല കർത്താവ്, അങ്ങ് നൽകിയതല്ല. ഒരു നിമിഷം എല്ലാ കരങ്ങളും ഒരു നിമിഷം ഉയർത്തി കർത്താവ് മാത്രം. ഹല്ലേലൂയ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങളിലിവരെ നീ മാത്രമെൻ ദൈവമേ, ഞങ്ങളിതുവരെ നീ മാത്രമെൻ യേശുവേ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. പുകഴുവാൻ പ്രശംസിക്കാനൊന്നുമില്ല. കർത്താവ് നൽകിയതല്ലാതെ നമുക്കൊന്നും ഹല്ലേലൂയ ഇല്ല. ഒരു നിമിഷം കർത്താവിന്റെ കരങ്ങളെ സമർപ്പിക്കാം. കർത്താവ് തുടർന്ന് എല്ലാ അനുഗ്രഹമായി പ്രാർത്ഥിക്കും. സ്നേഹിതമായിട്ട് പിതാവേ, നല്ല സമയത്തിന് നന്ദി പറയുന്ന കർത്താവേ, ശിശു വളരെ നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിക്കുക ആഗ്രഹിച്ച് ചെയ്ത കർത്താവേ, ഉപവാസ പ്രാർത്ഥന എത്രത്തോളം അനുഗ്രഹമാക്കി ദൈവം നടത്തുന്ന കുറിപ്പിക്കുക സ്തോത്രം ചെയ്യുന്ന കർത്താവേ. രാവിലത്തെ സെക്ഷൻ ദൈവം വളരെ അനുഗ്രഹമാക്കി തീർത്താൻ എന്നോട് സ്തോത്രം കർത്താവേ. രാത്രികാലം വളരെ ശക്തമായ ഞങ്ങളുടെ ദാസ്യതയും ബലപ്പെടുത്തുന്ന നല്ല ആലോചനകൾ കേൾപ്പിക്കണം കർത്താവേ. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഗ്രൂപ്പ് അഡ്മിനെ കർത്താവേ, എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് പങ്കെടുക്കുന്ന എല്ലാവരും ഞങ്ങളുടെ കരങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. അനുഗ്രഹിക്കുമാർന്ന് പ്രാർത്ഥിക്കുന്നു. മാനമഹത്വം എടുക്കണം കർത്താവ്. പ്രാർത്ഥിപ്പിക്കുക സ്തോത്രം എല്ലാ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവസരം നൽകിയ കർത്താവിന്റെ ദാസന്മാരുടെ നന്ദി സ്നേഹം അറിയിക്കുന്ന ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വർഷപ്പ് ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ ജോർജിനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് സങ്കീർത്തന വായനയ്ക്ക് വേണ്ടി സമയത്തെ വേർതിരിക്കുന്നു. ആമേൻ. സ്തോത്രം. നാമെല്ലാം സ്തോത്രത്തോടെ ദിവസത്തിലായിരിക്കുമ്പോൾ പ്രിയ കർത്താവിന്റെ ദാസി മേഴ്സി മാത്യു സങ്കീർത്തനം വായിക്കുന്നതായി. സ്തോത്രം. 118 സങ്കീർത്തനം വായിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഇസ്രായേൽ പറയട്ടെ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് അഹരോൻ ഗൃഹം പറയട്ടെ.
അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് യഹോവ ഭക്തർ പറയട്ടെ. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? എന്നെ സഹായിക്കുന്നവരുടെ കൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്. ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ട് രസിക്കും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കാൻ നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കാൻ നല്ലത്. സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ എന്നെ വളഞ്ഞു, അതെ, അവർ എന്നെ വളഞ്ഞു. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു, മുൾത്തീ പോലെ അവർ കെട്ടുപോയി. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. യഹോവ എന്റെ ബലവും എന്റെ കീർത്തനവുമാകുന്നു. അവൻ എനിക്ക് രക്ഷയായും തീർന്നു. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവേൻ. ഞാൻ അവയിൽ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ വാതിൽ ഇത് തന്നെ, നീതിമാന്മാർ അതിൽ കൂടി കടക്കും. നീ എനിക്ക് ഉത്തരമരുളി എന്റെ രക്ഷയായി തീർന്നിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. യഹോവേ, ഞങ്ങളെ രക്ഷിക്കണമേ. യഹോവേ, ഞങ്ങൾക്ക് ശുഭത നൽകണമേ. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവേൻ. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. കർത്താവ് നമുക്ക് നൽകിയ നല്ല സങ്കീർത്തനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ തലകളെ നമുക്ക് ദിവസം വണക്കാം. നമ്മുടെ ആദ്യത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ വിശേഷാൽ കർത്താവിന്റെ വചനം സൂക്ഷിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസി നമുക്ക് ദൈവകരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം സ്തോത്രത്തോടെ ദൈവസനിലായിരിക്കുമ്പോൾ ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ഇനിയും നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. ഇവരെല്ലാവരും കടന്നു വരുവാൻ ആമേ സ്തോത്രവചനം സൂക്ഷിക്കുന്ന കർത്താവിന്റെ ദാസി റീജ ബൈജു സിസ്റ്ററെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുവാൻ ആമേൻ. നമുക്ക് പ്രാർത്ഥനയോടെ നാം ദിവസത്തിലായിരിക്കുമ്പോൾ പ്രാരംഭമായി കർത്താവിന്റെ ദാസി മോളി ജോൺ പ്രാർത്ഥനയെ സഹായിക്കും. അതിനുശേഷം പ്രിയ രവീന്ദ്രൻ അച്ഛൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥന നമുക്ക് കർത്താവ് ദാനമായി തന്നു. വീണ്ടും കർത്താവിന്റെ പാദപീഠത്തോട് ഈ സന്ധ്യായാമത്തിൽ അടുത്ത് വരുവാൻ സർവകൃപാലുവായ കർത്താവ് നമുക്കൊരു അവസരം കൂടി ഒരുക്കി തന്നതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹാപരിശുദ്ധനും നീതിമാനുമായിരിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം ഉപവാസ പ്രാർത്ഥനയുടെ ഹല്ലേലൂയ രണ്ടാമത്തെ സെക്ഷനിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം രുചിച്ചറിയുവാൻ നീ ഞങ്ങളെ അവിടെ ഇടയാക്കിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കടന്നു വന്ന വ്യക്തി ജീവിതങ്ങളെ കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കുമാറാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ ഏതവസ്ഥയിലായിരിക്കുന്നു, ഹല്ലേലൂയ, നിന്റെ മക്കളെ അവിടുന്ന് കർത്താവെ അനുഗ്രഹിക്കുമാറാകണം, സഹായിക്കണം, ശക്തീകരിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം അനുഗ്രഹിച്ച കർത്താവ് ഇന്ന് രാത്രി യാമത്തിലും ഹല്ലേലൂയ
ഹല്ലേലൂയ. ഞങ്ങളെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ മധ്യ ഉള്ളതിനായി നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാൻ തക്കവണ്ണം ഒരവസരം കൂടി മരുഭൂമിയിൽ ഒരുക്കിയതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന യഹോവ ഇന്ന് നമ്മുടെ മധ്യ ഉള്ളതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ആരെങ്കിലും ഹൃദയ നുറുക്കത്തോടെ ഹൃദയഭാരത്തോടെ ഈ ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുന്നു എങ്കിൽ സ്വർഗത്തിലെ ദൈവമേ തക്ക സമയത്ത് ഒരു വിടുതലിന്റെ കരം നീട്ടി അവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമേ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ വിടുതല, ഒരു വലിയ അനുഗ്രഹമായി തീർക്കുവാൻ സ്വർഗം അവിടുന്ന് ഇടയാക്കുമാറാകണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവജനത്തെയും അവിടുന്ന് അനുഗ്രഹിച്ച് ശക്തീകരിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ആത്മ നിറവുള്ളവരായി ഹല്ലേലൂയ ഞങ്ങളെ അവിടുന്ന് തീർക്കുമാറാകണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അധികാരമുള്ള ജനമായി, അഭിഷേകമുള്ള ജനമായി പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് ദുഷ്ടാത്മ ശക്തികളുടെ മേൽ അവിടുന്ന് ജയമെടുക്കുവാൻ ഹല്ലേലൂയ ഞങ്ങളെ അവിടുന്ന് അധികാരപ്പെടുത്തുമാറാകണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിശേഷാല മീറ്റിംഗ് ഹല്ലേലൂയ ലീഡ് ചെയ്യുന്ന ദൈവദാസനെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ഹല്ലേലൂയ. വർഷിപ്പ് നടത്തിയ ദൈവദാസനെ കുടുംബമായി അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ശക്തീകരിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ മധ്യത്തില് വചനം ഘോഷിപ്പാൻ ഹല്ലേലൂയ കടന്നു വന്നിരിക്കുന്ന ഹല്ലേലൂയ ദൈവദാസ്യ ദേവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞിരിക്കുന്ന മാർമിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം അതിശക്തമായിട്ട് ഹല്ലേലൂയ വചനം ഘോഷിക്കുവാൻ നിന്റെ മകളെ അവിടുന്ന് അധികാരപ്പെടുത്തുമാറാകണമേ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. വെറുതെ വന്ന് വെറുതെ പോകുന്നവരായി തീരാതെ ഹല്ലേലൂയ ചിലതൊക്കെ നേടിയെടുക്കുവാൻ ഹല്ലേലൂയ ചിലതൊക്കെ പ്രാപിച്ചെടുക്കുവാൻ ഈ രാത്രി യാമത്തില് നീ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കുമാറാകണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഏറിയ കൃപകളാൽ നിറയ്ക്കുമാറാകണമേ. ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിന് ഹല്ലേലൂയ ഒരു വലിയ അനുഗ്രഹമാക്കി തീർക്കണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എത്രത്തോളം സമയം ഹല്ലേലൂയ പാടി ആരാധിപ്പാൻ തന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. പിന്നെ ദൈവസ്ഥാനത്തിന് മറവിൽ ഞങ്ങളെ മറക്കണം. ഹല്ലേലൂയ. ആദ്യോടുന്ന പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കുമാറാകണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്നേഹത്തിനായി സ്തോത്രം. വരുവിനായി ഞങ്ങളെ ഒരുക്കണം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ 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 ആമേൻ. കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ നന്ദി നാഥ, നന്ദി നാഥ, നന്ദിയോടെ 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 സ്തുതിക്കുന്നു. കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം. കർത്താവേ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും നീതിമാനുമായി ഞങ്ങളുടെ സ്വർഗ്ഗത്തിലെ നല്ല ദൈവമായി കർത്താവേ സ്തോത്രം. കർത്താവേ ഹോളി ഫെയ്ത്ത് പ്രയർ ഗ്രൂപ്പിന്റെ ഉപവാസ പ്രാർത്ഥന ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ സെക്ഷനിലേക്ക് കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് കടന്നു വരുന്ന അപ്പച്ച സ്തോത്രം. കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് ഒരുമപ്പെട്ട് ഒരു മനസ്സോടെ അപ്പച്ചന്റെ പൊന്നു പാദപീഠത്തിങ്കലായിരിക്കുമ്പോൾ ദൈവമേ ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവെ സ്തോത്രം ഈ രാത്രി കാലം വെളിപ്പെട്ട് വരണം. ദൈവകാരം പ്രവർത്തിക്കണം കർത്താവെ സ്തോത്രം. കർത്താവെ അടിയങ്ങളോട് അങ്ങ് സംസാരിക്കണമേ കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളെയും കർത്താവ് കൂട്ടിവരുത്തണം കർത്താവെ സ്തോത്രം. എല്ലാവരും തക്ക സമയത്ത് കടന്നു വന്ന് കർത്താവെ സ്തോത്രം ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ എന്റെ വലിയവനായ ദൈവം കൃപ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം. കർത്താവെ ഇന്നത്തെ ഈ മീറ്റിംഗ് കർത്താവെ സ്തോത്രം ഹല്ലേലൂയ ഏറ്റവും നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ആയി മാറട്ടെ കർത്താവെ സ്തോത്രം. കർത്താവെ ആമീൻ. കർത്താവെ ഗ്രൂപ്പിന്റെ വിടുതലിന് കർത്താവെ സ്തോത്രം ഇന്നത്തെ മീറ്റിംഗ് അനുഗ്രഹമാകണം കർത്താവെ. ഈ ഗ്രൂപ്പിൽ കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും അത് വിടുതലും അനുഗ്രഹമായി മാറണം കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവെ സ്തോത്രം. സർവശക്തനും നല്ലവനും വല്ലഭനുമായ സ്തോത്രം.
കർത്താവേ അത്ഭുത പ്രവർത്തിക്കണം കർത്താവേ സ്തോത്രം. അത്ഭുത മന്ത്രിയായി വീരനാം ദൈവമായി നിത്യപിതാവായ സമാധാനത്തിന്റെ പ്രഭുവായി ഇന്ന് ഞങ്ങളുടെ മധ്യമുള്ളതിനായി സ്തോത്ര ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കുന്ന ഐസക് സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം. കർത്താവേ സാറിനെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം, അഭിഷേകം ചെയ്യണം, അഭിഷേകത്താൽ നിറയ്ക്കണം കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ ആമീൻ. കർത്താവേ അങ്ങയുടെ ദാസൻ പറയുന്ന ഓരോ വാക്കുകളിലും കർത്താവിന്റെ സാന്നിധ്യം കൂടിരിക്കണം കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ ആമീൻ. കർത്താവേ സ്തോത്രം. കർത്താവിന്റെ ദാസൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അപ്പച്ചന്റെ തിരു സാന്നിധ്യം കൂടിയിരുന്ന് സഹായിക്കണം കർത്താവേ സ്തോത്രം. ഇന്ന് കർത്താവേ വചനം ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിട്ടുള്ള അങ്ങയുടെ ദാസിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം. കർത്താവേ ദാസിയുടെ നാവോടും വായോടും കൂടെ അങ്ങിരുന്ന് സഹായിക്കണം കർത്താവേ സ്തോത്രം. തടിച്ച നാവുള്ള മോശയോട് കൂടിയിരുന്ന പൊന്നു തമ്പുരാൻ കർത്താവേ ഇന്ന് ദാസിയോട് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും ആമീൻ കർത്താവേ പേര് ചൊല്ലി കർത്താവേ ആലോചന പറയത്തക്കവണ്ണം ദൈവത്തിന്റെ കരം അവിടെ പ്രവർത്തിക്കണം കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ സജിമോൻ പാസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം. ദാസനെ കുടുംബമായി കർത്താവ് ശക്തീകരിക്കണം, ബലപ്പെടുത്തണം കർത്താവേ സ്തോത്രം. അഭിഷേകം ചെയ്യണമേ, അഭിഷേകത്താൽ നിറയ്ക്കണം കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ ആമീൻ. കർത്താവേ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ സ്തോത്രം. കർത്താവേ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആമീൻ കർത്താവേ സ്തോത്രം. പുതുതായി കടന്നു വന്നിട്ടുള്ള ദേവദാസന്മാരെയും ദേവദാസിമാരെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം. ദൈവമേ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടതുപോലെ കർത്താവേ ഈ രാത്രികാലവും അങ്ങ് വെളിപ്പെട്ട് വരണം കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ആമീൻ കർത്താവേ സ്തോത്രം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് ഇന്ന് ഞങ്ങളുടെ മധ്യമുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ സ്തോത്രം. കർത്താവേ ഞങ്ങൾ ആമീൻ കർത്താവേ ദൂരസ്ഥരായിരുന്ന ഞങ്ങളെ ഒന്നിച്ചു ആമീൻ കർത്താവേ അങ്ങ് കൂട്ടി വരുത്തി കർത്താവേ ഒരു കൊടക്കീഴിൽ നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആമീൻ കർത്താവേ സ്തോത്രം. സർവശക്തനും നല്ലവനും വല്ലവനുമായ പൊന്നു തമ്പുരാനെ സ്തോത്രം. കർത്താവേ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം, വിടുവിക്കണമേ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ ആമീൻ. കർത്താവ് അനുഗ്രഹിക്കണം, ശക്തീകരിക്കണം, ബലപ്പെടുത്തണം കർത്താവ്. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച് ഇത്രത്തോളം നടത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ സ്തോത്രം. കർത്താവെ പാടുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ കൃപ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണം, ബലപ്പെടുത്തണം കർത്താവേ സ്തോത്രം. ഒരിക്കൽ കൂടി കർത്താവെ വചനം ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദാസിയെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണം കർത്താവെ. യോബിനെ വേലി കെട്ടി സൂക്ഷിച്ചതുപോലെ കർത്താവെ സഹോദരി ആമീൻ വേലി കെട്ടി സൂക്ഷിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവമേ ദൈവപ്രവൃത്തി തന്നെ അവിടെ വെളിപ്പെട്ട് വരണം, ദൈവകരം പ്രവർത്തിക്കണം കർത്താവേ സ്തോത്രം. ആമീൻ. കർത്താവ് അനുഗ്രഹിക്കണം, ശക്തീകരിക്കണം, ബലപ്പെടുത്തണം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. പ്രാർത്ഥന നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിനം. ഇന്ന് പകല് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാനും പ്രാർത്ഥിപ്പാനും എല്ലാം ദൈവാവസരം ഒരുക്കി. ആമേൻ. കർത്താവിന് വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ ദൈവം കൃപ ചെയ്തു. ഈ വൈകുപോലെ നമുക്ക് ഒരുമിച്ച് ദിവസമായിരിക്കാൻ ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്ത് പാടുവാനും പ്രാർത്ഥിപ്പാനും ദൈവം നമ്മളെ സഹായിച്ചു. തുടർന്ന് ആമേ സ്തോത്രം. ദൈവത്തിന് വചനത്തിന്റെ കേൾവിക്ക് വേണ്ടി നമ്മുടെ സമയത്തെ എല്ലാം വേർതിരിക്കുകയാണ്. ദിവസത്തിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ചീഫ് അഡ്മിൻ ആയിരിക്കുന്ന പ്രിയ ഐസക് അങ്കിൾ, അതേപോലെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ സണ്ണി മത്തായി പാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന മോളി ആന്റി, അങ്ങനെ ഗ്രൂപ്പിലെ അഡ്മിന്മാർക്കും കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. വിശേഷാൽ ഇന്ന് മെസ്സേജ് പറയുന്ന കർത്താവിന്റെ ദാസി റീജ ബൈജു അവരോടുള്ള പ്രത്യേകമായ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുന്ന സ്വതന്ത്രത്തോടെ ദിവസത്തിലായിരിക്കുമ്പോൾ ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുന്നതിനും അതേപോലെ തന്നെ പ്രിയ കർത്താവിന്റെ ദാസിയെ ശുശ്രൂഷയ്ക്ക് ക്ഷണിക്കുന്നതിനും വേണ്ടി നമ്മുടെ ഗ്രൂപ്പിന്റെ ചീഫ് അഡ്മിൻ ആയിരിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസൻ ഐസക് അങ്കിളെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഹോളി ഫെയ്ത്ത് എന്ന ഗ്രൂപ്പ് ശരിക്കും പറഞ്ഞാല് ദൈവമായിട്ട് നമുക്ക് വാഗ്ദത്തം ചെയ്തൊരു ഗ്രൂപ്പാണ്. ഞാനിങ്ങനെ പല പേരുകളും രഹബോത്ത് അങ്ങനെ പല പേരുകളും ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ദൈവം എനിക്ക് തന്നൊരു പേര് ഹോളി ഫെയ്ത്ത്. പെട്ടെന്ന് ഞാൻ ഗൂഗിളിൽ പോയിട്ട് അതിന്റെ കറക്റ്റ് മലയാളം എന്താണെന്ന് അടിച്ചു നോക്കിയപ്പോൾ വിശുദ്ധ വിശ്വാസം. ആമേൻ. ഈ നാളുകളിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു വിശ്വാസം, അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കണം. അങ്ങനെ ആ പേരിട്ട് ഇന്ന് നമ്മളെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന സജിമോൻ പാസ്റ്ററും അതുപോലെ നമ്മളെ പ്രാർത്ഥിച്ച് സഹായിച്ച മോളി സിസ്റ്ററെയും വിളിച്ച്
പറഞ്ഞു ഇങ്ങനെ ഒരു പേര് ദൈവം തന്നിട്ടുണ്ട്, നമുക്ക് ഇത് തുടങ്ങാം എന്ന് പറയുമ്പോൾ അവരെന്നെ വളരെ ഇതായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെയാണ് ഈ ഗ്രൂപ്പ് തുടങ്ങുന്നത്. കഴിഞ്ഞ നവംബർ 27-ാം തീയതിയാണ് ഈ ഗ്രൂപ്പ് തുടങ്ങുന്നത്. എനിക്കറിയില്ല, തുടങ്ങുമ്പോ 10 15 പേരിൽ തുടങ്ങിയിട്ട് ഇന്നത് 180 പേര് 70 പേരിൽ വന്ന് നിൽക്കുക. അങ്ങനെ ഉപവാസം ഈ 7-8 മാസമായിട്ട് ഉപവാസമൊന്നും നടന്നില്ലായിരുന്നു. പേഴ്സണലി നമ്മളെല്ലാവരും ഉപവസിക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ മാസം എന്റെ മനസ്സിൽ ഇങ്ങനെ ദൈവം തോന്നിച്ചു, ഒരു ഉപവാസം പ്രഖ്യാപിക്കണം. അത് ഗ്രൂപ്പിനും നമുക്ക് ഏവർക്കും അനുഗ്രഹമായിരിക്കും. അങ്ങനെ ഞാൻ സജിമോൻ പാസ്റ്ററേയും നമ്മുടെ സണ്ണി പാസ്റ്ററേയും ജോസഫ് ചാക്കോ പാസ്റ്ററെയൊക്കെ വിളിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു സിസ്റ്ററിനെ അറിയാം, റീജ സിസ്റ്റർ. ഞാൻ റീജ സിസ്റ്ററിനെ വിളിച്ചു. ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ ഞാൻ നമ്മുടെ മീഡിയ കോർഡിനേറ്റർ ആയിരിക്കുന്ന അജേഷ് പാസ്റ്റർ എടുക്കും, സജിമോൻ പാസ്റ്റർ എടുക്കും പറഞ്ഞ എത്രയും പെട്ടെന്ന് റീജ സിസ്റ്ററിനെ വിളിക്കണം. എന്നാലും റീജ സിസ്റ്ററിനെ കിട്ടി. റീജ സിസ്റ്ററിനെ എന്നെ അന്ന് മനസ്സിലായില്ല. പക്ഷെ ഇന്ന് രാവിലെ റീജ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ എനിക്ക് മനസ്സിലായി, ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് ആയിരിക്കും എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. യൂട്യൂബൊക്കെ തുറന്നാൽ എനിക്ക് എന്നും റീജ സിസ്റ്റർ എന്നും ഓരോ മെസ്സേജ് വിടും. അത് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ എനിക്കുള്ള വിഷമം എന്താണ്, ആ വിഷമത്തിന് ശരിക്കും ഒരു ഉത്തരം തരുന്ന പോലെ കർത്താവിന്റെ ദാസിക്ക് ദൈവം കൊടുക്കുന്നതാണ്. അത് എനിക്ക് വിടും. കാര്യം 2 3 4 മിനിറ്റ് ഉള്ളെങ്കിലും ആ ചെറിയ മിനിറ്റിനകത്ത് എന്റെ അന്നത്തെ വിഷമം തീർക്കാനുള്ള ഞാൻ എന്ത് വിഷമത്തിലാണോ ഇരിക്കുന്നത്, എങ്ങനെയായിരിക്കുന്നത് വെച്ചാൽ അത് കറക്റ്റ് അതിനുള്ളൊരു ആൻസറായി തന്നെ എനിക്ക് ഡെയിലി അത് രജിസ്ട്രേഷനിൽ നിന്ന് ലഭിക്കാൻ ഇടവരുന്നുണ്ട്. തീർച്ചയായിട്ടും ദേവദാസി ഇന്ന് വചനം കേൾക്കുമ്പോൾ അത് നമ്മൾ ലൈവിലുണ്ട്, യൂട്യൂബിലൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാവരും വീണ്ടും വീണ്ടും അത് കേൾക്കണം. കാരണം രജിസ്ട്രേഷനെ എനിക്ക് ഞാൻ മുമ്പ് ആയിരുന്ന മിനിസ്ട്രിയിൽ വെച്ച് എനിക്ക് അറിയാം. അന്നൊക്കെ ഞാൻ രജിസ്ട്രേഷനെ ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. ശരിക്കും ഈ ഒരു ഹോളി ഫെയ്ത്തിന് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ഉപവാസം നടക്കുന്നതിനോടൊപ്പം തന്നെ രജിസ്ട്രേഷന്റെ ആ ഒരു വചനഘോഷണം ഏറ്റവും അനുഗ്രഹമായി തീരും. പ്രിയ ദേവദാസിയെ എല്ലാരും കൈകൾ കൊട്ടി നമുക്ക് പ്രിയ ദേവദാസിയെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കാം. താങ്ക് യു രജിസ്റ്റർ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഫാസ്റ്റിംഗ് പ്രയറിന്റെ 2ാമത്തെ സെക്ഷനില് ദൈവദാസന്മാരോട് ചേർന്ന് ദൈവസന്ധി കർത്താവിന്റെ വചനവും സാക്ഷ്യമായി ഇങ്ങനെ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കി തന്ന ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഹോളി ഫെയ്ത്ത് പ്രയർ ഗ്രൂപ്പിന്റെ ഡയറക്ടറായി കർത്താവ് കൊടുത്ത നിയോഗം ഏറ്റെടുത്ത് കർത്താവിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ ഐസക് പുത്തൻപുരയ്ക്ക് സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. തന്റെ ദാസനോട് ദൈവം ഇടപെട്ട ആമൻ ദൈവശബ്ദപ്രകാരം തുടങ്ങിയ മീറ്റിങ്ങിനെ കർത്താവ് വർദ്ധിപ്പിക്കട്ടെ. പ്രത്യേകിച്ച് എന്നെ മീറ്റിങ്ങിൽ ക്ഷണിച്ചതായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അജീഷ് ചാക്കോ, ആമേൻ. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ സജിമോൻ പാസ്റ്റർ, വർഷിപ്പ് ലീഡ് ചെയ്ത കർത്താവിന്റെ പ്രിയ പൈതല് ആമൻ ജോയൽ ടി, എല്ലാ ദൈവദാസന്മാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. സ്തോത്രം. ആമേൻ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുക. നമ്മുടെ എല്ലാ ലക്ഷ്യം, നമ്മൾ അനേക ആയിരക്കണക്കിന് ഗ്രൂപ്പുകളുണ്ട്, പ്രയർ ഗ്രൂപ്പുകളുണ്ട്, ഇതിലെല്ലാവരിലും അനേക വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ. പക്ഷേ നമ്മുടെ ലക്ഷ്യം നമുക്ക് നിത്യതയാ. കർത്താവെ, അങ്ങേ ഞങ്ങളെ ഒന്ന് ഒരുക്കണമേ അപ്പ. ഞങ്ങൾ കേൾക്കുന്ന വചനം ആമേൻ അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലായി മാറും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം. എല്ലാ ശ്രേഷ്ഠ അഭിഷക്തന്മാർ ഇതിനകത്തുണ്ടല്ലോ. എല്ലാ ദൈവദാസന്മാരെയും കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ബോംബെയിലെ ക്യാമ്പിലായിരുന്ന കർത്താവിന്റെ ദാസി ഐവി ജോൺസൺ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. കർത്താവ് സഹായിക്കട്ടെ, എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വേദഭാഗങ്ങൾ ഒരാൾക്കൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 4 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കാം. ഒരാൾക്ക് ശബ്ദം എടുത്ത് വായിക്കാം. സ്തോത്രം.
ആരും എടുത്തില്ല? ഞാൻ തന്നെ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യം. പിന്നെ പിന്നെ വലിയൊരു പുരുഷാരം ഓരോ പട്ടണത്തിൽ നിന്ന് അവന്റെ അടുക്കൽ വന്നവരും ഒരുമിച്ച് കൂടിയപ്പോൾ അവൻ ഉപമയായി പറഞ്ഞത്, വിതയ്ക്കുന്നവൻ വിത്ത് വിതയ്ക്കുവാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണിട്ട് ചവിട്ടിപ്പോവുകയും ആകാശത്തിന്റെ പറവജാതി അതിനെ തിന്നുകളയുകയും ചെയ്തു. മറ്റു ചിലത് പാറമേൽ വീണ് മുളച്ച് നനവില്ലായികയാൽ ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനടിയിൽ വീണു, മുള്ളും കൂടെ മുളച്ചു അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, മുളച്ച് 100 മേനി ഫലം കൊടുത്തു. ഇത് പറഞ്ഞിട്ട് കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു. കർത്താവ് ഉപമകളിലൂടെയാണ് കർത്താവിന്റെ ഹൃദയം പകർന്നത്, അല്ലെ? ആമേ. ഓരോ ഉപമകളിലൂടെയാണ് ദൈവരാജ്യത്തെ കുറിച്ചും ദൈവ സഭയെ കുറിച്ചും ആമേൻ കർത്താവിന്റെ മനസ്സിനെ കുറിച്ചും ദൈവം നമ്മളെ കുറിച്ച് തെരഞ്ഞെടുത്തതിനെ കുറിച്ചുമൊക്കെ കർത്താവ് നമ്മളോട് സംസാരിച്ചത് ഉപമകളിലൂടെ. ആത്മീയന് അടിസ്ഥാനപരമായി ഗ്രഹിക്കേണ്ട കാതലായ ഒരു സംഭവമാണ് കർത്താവ് പറഞ്ഞത്. അതിന് മുൻപ് 8-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോടുകൂടെ 12 അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മംഗലക്കാരത്തി മറിയയും ഹെരോദാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നെയും ശൂസനെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റ് ചില സ്ത്രീകളും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം, യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളെ കുറിച്ച് വ്യക്തമായി പറയുന്നു. എന്നാൽ പിന്നെ വലിയൊരു പുരുഷാരവും ഓരോ പട്ടണങ്ങളിൽ നിന്നും അവന്റെ അടുക്കൽ കടന്നു വന്നു. വലിയൊരു പുരുഷാരം വന്നു. അതിലെ പല വിഭാഗക്കാർ കാണും. കേൾക്കാൻ വന്നവർ കാണും, പ്രാപിക്കാൻ വന്നവർ കാണും, കുറ്റം പറയാൻ വന്നവർ കാണും, വിധിക്കാൻ വന്നവർ കാണും, കല്ലെറിയാൻ വന്നവർ കാണും, അപമാനിക്കാൻ വന്നവർ കാണും. സ്വത്രം എങ്ങനെ തകർക്കണം, എങ്ങനെ വിധിക്കണം, എങ്ങനെ നശിപ്പിക്കണം, എന്നാൽ എങ്ങനെ ഞങ്ങൾക്ക് പ്രാപിക്കണം, ഞങ്ങൾക്ക് സൗഖ്യം വേണം, ഞങ്ങൾക്ക് വിടുതൽ വേണം, ഞങ്ങൾക്ക് ദൈവരാജ്യത്തെ കുറിച്ച് കേൾക്കണം. പല ആൾക്കാർ, ഒരു പുരുഷാരം എന്ന് പറഞ്ഞ പല ആൾക്കാരുകളും നമ്മുടെ ഇടയിൽ അങ്ങനെ ഉണ്ടല്ലോ. അതെ, ഈ ഇത്രയും പുരുഷാരം നിൽക്കുമ്പോൾ ഇതിന്റെ വ്യക്തമായിട്ട് നമുക്ക് സ്തോത്രം കാണാൻ കഴിയുന്നത് മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് വളരെ വിശദമായിട്ട് അവിടെ വായിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് ഇങ്ങനെയുള്ള ഉപമകളൊക്കെ പറഞ്ഞു. എല്ലാവരും കേട്ടു, എല്ലാവരും മടങ്ങിപ്പോയി. ഈ കർത്താവ് പറഞ്ഞു ഉപമ പുരുഷാരം മുഴുവനും കേട്ട് മടങ്ങിപ്പോയി. പക്ഷെ കുറച്ച് ചിലർ വന്നിട്ട്, അല്ലെങ്കിൽ അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ അവനോട് കൂടെ ഉള്ളവർ 12 ആ ഉപമകളെ കുറിച്ച് ചോദിച്ചു. അവരോടവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ. അതിന്റെ 13-ാം വാക്യം വായിക്കുന്നു, പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ഈ ഉപമ ഗ്രഹിക്കുന്നില്ലയോ? പിന്നെ മറ്റു ഉപമകളൊക്കെയും എങ്ങനെ ഗ്രഹിക്കും എന്ന് പറഞ്ഞിട്ട് അടുത്തത് പറഞ്ഞു. സ്തോത്രം. ഇതൊക്കെ നിങ്ങൾ പതിയെ വായിച്ചാൽ മതി. ഇവിടെ നമുക്ക് കാണുന്ന ഒരു വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. ചിലത് വഴിയരികെ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. വിതക്കാരന് മാറ്റമില്ല, വിത്തിന് മാറ്റമില്ല, ക്വാളിറ്റിക്ക് വ്യത്യാസമില്ല. 4 സ്ഥലത്തും വീണ വിത്ത് ഒന്ന് തന്നെയാ. പക്ഷെ വീണ സ്ഥലങ്ങൾ മാറിക്കൊണ്ടിരുന്നു. എത്രമാത്രം എന്തുമാത്രം ഫലം പുറപ്പെടുവിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് വിതക്കാരനല്ല.
വിത്തല്ല, പിന്നെ ആമേ സ്ഥലമാണ് തീരുമാനിക്കേണ്ടത്. വഴിയരികെ വീണത് മാത്രം പറവ് വന്ന് കൊത്തിക്കൊണ്ടുപോയി. പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. പാറസ്ഥലത്ത് വീണത് വേഗത്തിൽ മുളച്ചു വന്നു. പക്ഷെ മണ്ണിന് ഏറെ താഴ്ചയില്ലായതിനാൽ ചൂട് തട്ടി വേഗത്തിൽ വേരുണങ്ങിപ്പോയി. ചിലത് മുള്ളിനിടയിൽ വീണു, അത് മുളച്ചു വന്നു. എന്നാൽ മുള്ളുകൾ അതിനെ ഞെരുക്കുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിച്ചില്ല. ഒന്നാമത്തത് മുളച്ചതേ ഇല്ല. രണ്ടാമത്തത് മുളച്ചു വന്നു, ചൂടേറ്റ് കരിഞ്ഞുപോയി. സ്തോത്രം. മൂന്നാമത്തത് മുളച്ചു വന്നു, എന്നാൽ മുള്ളുകൾ ഞെരുക്കിയത് കൊണ്ട് ആമൻ വിളഞ്ഞില്ല, മുളച്ചില്ല. നാലാമത്തത് നല്ല നിലത്തു വീണ് അത് മുളച്ചു വന്നു, വളർന്നു, 30, 60, 100 മേനി വിളഞ്ഞു ഫലം കൊടുത്തു. ഇന്ന് എവിടെയാ മാറ്റം സംഭവിക്കേണ്ടത്? ഇന്നെവിടെയാ മാറ്റം സംഭവിക്കേണ്ടത്? വചനത്തിന്റെ മുൻപിൽ നമ്മളെ സമർപ്പിച്ച് ചോദിച്ചാൽ നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. നമുക്കൊന്ന് സമർപ്പിക്കാം. എപ്പോഴും ദൂതുകളും പ്രവചനങ്ങളും ആലോചനകളും. ഈ വചനം പ്രവചനമാ. വീഡിയോ ഓണാക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓണാക്കാമോ? നമുക്ക് മുഖം കണ്ട് നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷിക്കാം. ഓണാക്കാൻ പറ്റുന്നുണ്ട്, വീഡിയോ ഓണാക്കാൻ പറ്റുന്നവരൊക്കെ നമ്മളെല്ലാരും സ്തോത്രം ഒരുമിച്ചായിരിക്കുമ്പോൾ. നെറ്റിന്റെ പ്രോബ്ലം ഉള്ളവരുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയുള്ളവരല്ല, അല്ലാത്തവര് ജോലി സ്ഥലത്ത് നിന്ന് കയറുന്നവരുണ്ട്. ഒത്തിരി സന്തോഷം. ഒരു കണക്കിന് സൂം മീറ്റിംഗ് എന്നൊക്കെ പറയുന്നത് ഒത്തിരി സന്തോഷം. പലരും പറയാറുണ്ട്, ഞങ്ങൾക്ക് സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിലും, ഞങ്ങൾക്ക് ജോലി സ്ഥലത്താണെങ്കിലും, ഞങ്ങൾക്ക് വീട്ടിൽ പ്രതികൂലമാണെങ്കിലും, ഏതെങ്കിലും ഒരു റൂമിന്റെ ഉള്ളറയിൽ ഇരുന്ന് വീഡിയോ ഓഫാക്കി ഞങ്ങൾ ഇരുന്ന് കേൾക്കും. അതൊരനുഗ്രഹമാണ്. സ്തോത്രം. ആമേൻ. സ്വാതന്ത്ര്യം ഉള്ളവർക്ക് വീഡിയോ ഓണാക്കും. നോക്കിക്കേ, ഇന്ന് എവിടാ മാറ്റം സംഭവിക്കേണ്ടത്? വചനത്തിന് മുമ്പ് സമർപ്പിച്ചേ. വിധക്കാരനല്ല, നിങ്ങൾ എവിടെയാ മക്കളെ കിടക്കണേ? വിത്തിനല്ല. ഇതൊക്കെ കെട്ടിപ്പോ. സ്തോത്രം. മാറ്റം സംഭവിക്കേണ്ടത് നിലത്തിനാ. എത്രമാത്രം ഫലം പുറപ്പെടുവിക്കാം എന്ന് തീരുമാനിക്കുന്ന നിലമാണ്. അത് നമ്മുടെ മനസ്സാ, നമ്മുടെ ഹൃദയമാണ്. ഈ വചനം നമ്മളെ തന്നെ ഒന്ന് ചൂണ്ടിക്കാണിച്ച് നമ്മുടെ നേരെ സ്തോത്രം. ഈ വചനം ആമേ സ്തോത്ര ശക്തമായി നമ്മളോട് സംസാരിക്കുക. അതിന്റെ ഫലം പുറപ്പെടുവിക്കാത്തതിന്റെ കാരണം പറവയല്ല, പാറയുടെ ചൂടല്ല, മുള്ളല്ല, അത് വീണ സ്ഥലമാണ്. നിലം ഒരുക്കപ്പെട്ടാൽ അതിന്റെ ഫലം അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ടു വരും. ആ നിലം ഒരുക്കപ്പെടാമോ? നമ്മുടെ ഹൃദയം ഒന്ന് ഒരുക്കപ്പെടാമോ? നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. ആര് നടത്തുന്നു എന്നുള്ളതല്ല, ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, സ്തോത്രം, ആരുടെ മീറ്റിംഗ് ആണെന്നുള്ളതല്ല. ഇതിനകത്ത് വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ കർത്താവിന്റെ വചനമാ. ദൈവരാജ്യത്തെ കുറിച്ച് കർത്താവ് ഉപമകളായി പറഞ്ഞു ജനത്തിലേക്ക് പകർന്നു കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി പറയുന്നു, നമ്മുടെ ഹൃദയം ഒരുക്കപ്പെട്ടാൽ അതിന്റെ ഫലം അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ടു വരും. ഈ ഉപമ പറഞ്ഞുകൊണ്ട് തീർന്നപ്പം കർത്താവിനോട് ചോദിക്കുക, കർത്താവെ നീ എന്താ പറഞ്ഞേ? അവിടെ കർത്താവ് പറഞ്ഞില്ലേ, കർത്താവോട് ചോദിച്ചു, ശിഷ്യന്മാര് ചോദിച്ചു എന്താ പറഞ്ഞേ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇത് ഗ്രഹിക്കുന്നില്ലെങ്കിൽ മറ്റു ഉപമകൾ എങ്ങനെ ഗ്രഹിക്കും? അവിടെ എങ്ങനെ വായിക്കുന്നു? എന്നിട്ട് കർത്താവ് പറഞ്ഞു, വിതക്കാരൻ വിത്തു വിതയ്ക്കാൻ പുറപ്പെട്ടു, വിതച്ചതോ വചനം. വിതച്ചതോ വചനം. ചിലത് വഴിയരികിൽ വീണു, വേഗത്തിൽ പറവ വന്ന് കൊത്തിക്കൊണ്ടുപോയി. അടുത്ത വിശദീകരണം കിടക്കുന്നത്, സാത്താൻ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം കവർന്നു. ദൈവം വിതയ്ക്കുന്ന ദൂതിനെ സാത്താൻ കവരുമോ? ചോദ്യമാണ്. ദൈവം വിതയ്ക്കുന്ന സ്തോത്രം ഹല്ലേലൂയ ദൂത് അല്ലെങ്കിൽ വചനം, കർത്താവ് പകർന്നു തരുന്ന വചനത്തെ സാത്താൻ കവർന്നു കൊണ്ടുപോകുമോ? നമ്മുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കുന്ന ദൂതിനെ, നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് പകരുന്ന ദൂതിനെ സാത്താൻ കവർന്നു കൊണ്ടുപോകുമോ? വിത്ത് വീണത്
വചനം വീണത് വഴിയരികിലാണെങ്കിൽ അത് കവരപ്പെടും, അത് കവർന്നു കൊണ്ടുപോകും. മനസ്സിലാക്കുന്നു? സ്തോത്രം. അത് വീണത് വഴിയരികിലാണെങ്കിൽ സാത്താൻ കവർന്നു കൊണ്ടുപോകും. എത്ര ദൂതുകൾ നമ്മെ സ്വാധീനിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും കെടാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ദൈവവചനത്തിന്റെ തീ എത്രമാത്രമുണ്ട്. ആ വചനത്തിന്റെ ശക്തി എത്രമാത്രമുണ്ട്. സ്തോത്രം. വചനം അകത്ത് കയറിയ നമ്മൾ ഇപ്പം ചെറുപ്രായം മുതൽ നമ്മൾ കേൾക്കുന്ന ദൂതുകളും വാഗ്ദത്തങ്ങളും വചനങ്ങളും അരുളപ്പാടുകളും നമ്മൾ കേൾക്കും. നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും, എന്നും കേൾക്കും. കേൾക്കുന്ന സമയത്തും നമ്മളത് പ്രാപിച്ചു മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ എറിയുന്ന കല്ലുകളുണ്ട്, അല്ലേ? അയ്യോ, നമ്മളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട്, നമ്മളെ ക്ഷീണിപ്പിക്കുന്ന വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ സ്തോത്ര അകത്തു വീണ വചനത്തിന്റെ തീ അത് കത്തിക്കൊണ്ടിരിക്കും. നമുക്ക് മുൻപോട്ട് ജയമുണ്ടോ? നമുക്ക് മുൻപോട്ടൊരു ശുശ്രൂഷയുണ്ടോ? നമുക്ക് മുൻപോട്ടൊരു ജയമുണ്ടോ? നമ്മളിലൂടെ അത്ഭുതങ്ങൾ ചെയ്യുന്നു. കുറച്ചു പേര് കല്ല് പറയാൻ കല്ലെടുത്തുകൊണ്ടിരിക്കും, എറിയാൻ. പക്ഷെ മുന്നോട്ട് നിന്നിലൂടെ ആയിരങ്ങൾ വിടുവിക്കപ്പെടണം വിശ്വസിക്കുന്നു. അഭിഷക്തന്മാർ അല്ലെങ്കിൽ ഇതിലൂടെ പ്രവർത്തിക്കുന്ന ദൈവ പൈതലേ, സ്തോത്ര, നമ്മിലൂടെ അനേകർ വിടുവിക്കപ്പെടാൻ കാത്തിരിക്കുകയല്ലേ? കാത്തിരിക്കുമ്പോൾ സ്തോത്രം, നാം എറിയാൻ നിൽക്കുന്നവരെ അല്ല നോക്കേണ്ടുന്നത്, പിന്നെയോ സ്തോത്രം നമ്മളിൽ വെളിപ്പെടേണ്ടത്, നമ്മളിലൂടെ ചെയ്തെടുക്കേണ്ടത്, നമ്മൾ പകർന്ന അഭിഷേകത്തെ. നമ്മുടെ ആത്മീയ ജീവിതത്തെ പോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ കാരണമായി നമുക്ക് പറയാനുള്ള ദൈവ ശബ്ദങ്ങളുടെ ജ്വലനം എത്രമാത്രമുണ്ട്. ആത്മനിയോഗത്തിൽ പുറപ്പെട്ട മോശെ, ദൈവശബ്ദം കേട്ട് പുറപ്പെട്ട മോശ, ദൈവത്തിന്റെ സ്വരം കേട്ട് പർവ്വതമുകളിൽ ദൈവ ശബ്ദം കേട്ട് തീക്കകത്ത് നിന്ന് അരുളി ചെയ്ത ദൈവശബ്ദം പ്രാപിച്ചു വന്ന മോശെ ഒരു കനൽ പോലെ കത്തിച്ചുകൊണ്ടിരുന്നത് പർവ്വതത്തിന്റെ മുകളിൽ അഗ്നിയുടെ നടുവിൽ ഇറങ്ങി വന്ന് മോശയുടെ പേര് ചൊല്ലി വിളിച്ച് പുറപ്പെടുവിച്ചത് യഹോവയുടെ ശബ്ദമാണ്, യഹോവയുടെ ദൂതാണ്. എത്ര പേര് ആമേൻ പറയും? എത്ര പേര് ആമേൻ പറയും? കർത്താവേ, അന്ന് ഞങ്ങളെ വിളിച്ചിറക്കിയില്ലേ അപ്പാ? എത്രയോ സമുദായക്കാരുണ്ടായിരുന്നു, എത്രയോ ജാതീയ കുടുംബങ്ങളുണ്ടായിരുന്നു. യശപ്പച്ച ഞങ്ങളെ ദൈവശബ്ദം കേൾപ്പിച്ച വിളിച്ചിറക്കി. അതുകൊണ്ട് ഞങ്ങളുടെ അകത്തളത്തിൽ കത്തുന്ന ചൂടവലറിക്കനക ഞങ്ങളെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന പേര് ചൊല്ലി വിളിച്ച യഹോവയുടെ ശബ്ദം ഞങ്ങളെ നിർത്തുക. ഞങ്ങളെ നിർത്തിയിരിക്കുക. അധികാരികളുടെ വെല്ലുവിളികളിൽ, പ്രകൃതിയുടെ വെല്ലുവിളികളിൽ, സൈന്യത്തിനെതിരായി നിൽക്കുന്ന വെല്ലുവിളികൾ, തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന ഇസ്രായേലിന്റെ മുറിവെറുപ്പ്, മത്സരത്തിന്റെ നടുവിൽ ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ഞങ്ങൾ നിർത്തുന്നത് കർത്താവേ ദൈവത്തിന്റെ ദൂതം. ജൂഡബല കർത്താവ് അരുളിച്ചത വാഗ്ദത്തമാണ്. വേണ്ട കർത്താവേ, ഞങ്ങൾ ഇറങ്ങണോ 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 എന്ന് ചോദിച്ചപ്പോഴും കർത്താവ് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന്, മക്കളെ നിങ്ങൾ ദൈവവേല ചെയ്യേണ്ടവരാ, എല്ലാരെയും ഒന്നും അന്വേഷിപ്പിച്ചതിന് വേണ്ട, ചിലരെ മാത്രം മതി, ചിലരെ മാത്രം മതി. അവരെ പുറത്തു കൊണ്ടുവരുമ്പോ നമ്മൾ എന്തിക്കും? കർത്താവ് പറഞ്ഞു വിളിച്ച് ദൈവ ശബ്ദം കേട്ടിറങ്ങിയതല്ലേ, അതുകൊണ്ട് ഒരു പ്രതികൂലം ഇല്ലെന്ന്. നോ, അങ്ങനെയുള്ളവർക്ക് ഏറെ പ്രതികൂലമാണ്, ഏറെ വെല്ലുവിളികള്, നിൽക്കാൻ പറ്റാത്തതുപോലെ വേദനകൾ കടന്നു വരാം. പ്രത്യേകിച്ച് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന അഭിഷക്തന്മാരെ ദേശത്ത് പോലും നിർത്തത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ശക്തികൾ കടന്നു വരാം. പക്ഷെ അഭിഷേകം നമ്മിലുണ്ടോ? ദൈവകൃപ നമ്മിലുണ്ടോ? സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടോ? ഉണ്ടെങ്കിൽ ആ പ്രതികൂലത്തെ തരണം ചെയ്ത് പോകുമ്പോൾ നീ ദേശത്തൊരു അത്ഭുതമായി മാറും. വിശ്വസിക്കുന്നു? ദേശത്ത് കൊണ്ട് നിർത്തിയില്ലേ, വേലയ്ക്ക് കൊണ്ട് നിർത്തിയില്ലേ? കർത്താവിന് കളറ് വിഷയമല്ല, സാമ്പത്തിക വിഷയമല്ല, യോഗ്യതകളൊന്നും വിഷയമല്ല. സ്തോത്രം. കർത്താവിന്റെ വിഷയം നമ്മുടെ മേൽ പകർന്ന അഭിഷേകം, നാം കേട്ട ദൈവ ശബ്ദം എത്ര മാത്രം നാം നാട്ടത്തിൽ നിൽക്കുന്നു.
അതിൽ ഉറച്ചു നിൽക്കുന്നു. അതാ എതിരാളികളുണ്ട്, വെല്ലുവിളികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, ഗൂഢാലോചനകളുണ്ട്, ഭീഷണികളുണ്ട്, അപമാനങ്ങളുണ്ട്, പരിഹാസങ്ങളുണ്ട്. ഉണ്ട് മക്കളെ, ഉണ്ട്. പക്ഷെ അതിനെ ജയിക്കാൻ എത്ര പേർക്ക് കഴിയും? സ്തോത്രം, സ്തോത്രം. എനിക്ക് പെട്ടെന്ന് സമയം പോകും എങ്കിൽ ഒറ്റ കാര്യം പറയാം. വായിക്കേണ്ട യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി അന്നിക്ക്. അത് നമ്മൾ വായിക്കാം. അപ്പൊ ഇവിടെ അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. സ്തോത്രം. 8-ാം അധ്യായം മുഴുവനും നിന്ദകളുടെ വലിയൊരു നോക്കി. അവിടെ ആ 8-ാം അധ്യായം ഇങ്ങോട്ട് വായിച്ചു വരുമ്പോ അവിടെ എല്ലാം എന്റെ യേശുവിനെ നിന്ദിച്ചും അപമാനിച്ചും. ആ 8:48 പറയുന്നു, നിനക്ക് ഭൂതമുണ്ട്, നീ ഒരു ശമരിയൻ, നിനക്ക് ഭൂതമുണ്ട്. അങ്ങനെ അപമാനിക്കുന്നു, യേശുവിനെ അപമാനിച്ചു. യേശു പറഞ്ഞു, പിതാവിൽ നിന്ന് വന്നവനാന്ന് പറഞ്ഞപ്പോ ചോദിച്ചു, നിനക്ക് അവൻ നിന്റെ പിതാവ്. അവർ അവനോട്, നിന്റെ പിതാവ് എവിടെയെന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ അവിടെയും അപമാനിച്ച് പരിഹസിച്ച് ജനം തകർത്ത് കളവാൻ നിൽക്കുക. അവിടെയും അപമാനം വന്നു. ഇതിന്റെ 59-ാം വാക്യത്തിൽ വായിക്കുന്നു, അവർ അവനെ എറിവാൻ കല്ലെടുത്തു. യേശുവോ മറഞ്ഞ് ദൈവാലയം വിട്ടുപോയി. കല്ലെറിയാൻ നിൽക്കുന്നു. ഒരു കൂട്ടം ജനം കല്ലെറിയാൻ നിൽക്കുമ്പോൾ ഭൂതമുണ്ടെന്ന് പറയുമ്പോൾ കുരുടനായ ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കാൻ പോവാ. മക്കളെ, നമ്മളിലൂടെ ചെയ്തെടുക്കേണ്ട വലിയ ശുശ്രൂഷകളും ദൗത്യങ്ങളുമുണ്ട്. എന്റെ യേശുവിനെ മാതൃകയാക്കി നമുക്ക് പറയാം, നമ്മളെ കർത്താവ് വിളിച്ചിറക്കി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുക, അനേകരെ ദൈവ രാജ്യത്തിന് വേണ്ടി ഒരുക്കുക, അനേകരെ ദൈവനാമത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കുക. നമ്മളെ കണ്ടെങ്കിൽ അപമാനിക്കോ, നമ്മളെ കുറിച്ച് അപവാദങ്ങൾ പറയോ, എറിയാൻ കല്ലുകൊണ്ട് നിൽക്കോ, ഭൂതമുണ്ടെന്ന് പറയോ, യഥാർത്ഥ പറയും. പക്ഷേ നിന്നിലൂടെ വിടുവിക്കപ്പെടുവാൻ മുൻപിൽ അനേകം തകർക്കപ്പെട്ടവർ നിൽക്കുക, രോഗികളായവർ നിൽക്കുക. നമുക്ക് നമ്മളിലൂടെ കർത്താവാൻ കാര്യങ്ങൾ ചെയ്യും. അഭിഷക്തന്മാരുടെ വലിയൊരു കൂട്ടമുണ്ട്. അവരിലേക്ക് ഞാൻ ഒത്തിരി ബഹുമാനിക്കുക. പക്ഷെ ഞാൻ ആ ബഹുമാനിച്ചുകൊണ്ട് പറയട്ടെ, കർത്താവ് നമ്മളിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. കർത്താവ് നമ്മളിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യാൻ പോവാ. നമ്മെ മാനിക്കുക, നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് ഇന്ന് ഹല്ലേലൂയ ഈ രാത്രിയിൽ എത്ര പേരെ ഏറ്റെടുക്കുന്നു. പുറകിൽ കല്ലെറിവാൻ നിൽക്കുമ്പോഴും യേശുവിന്റെ ലക്ഷ്യം കുരുടന് കാഴ്ച കൊടുക്കണം. നിന്നെ കല്ലെറിയാൻ നിൽക്കുന്നവരെ നോക്കണ്ട, നിന്നിലുള്ള അഭിഷേകത്തെ നോക്ക്. വിശ്വസിക്കാമോ പാസ്റ്റർ പ്രമോദ്? വിശ്വസിക്കാമോ? ഹല്ലേലൂയ. പുറകെ നിൽക്കുന്നവരെ നോക്കേണ്ടതേ. ഹല്ലേലൂയ. കല്ലെറിയാൻ നിൽക്കുന്നവരെ അല്ല നോക്കേണ്ടത്. സ്തോത്രം. നമ്മിൽ പകരപ്പെടുന്ന, നമ്മിൽ കിടക്കുന്ന അഭിഷേകത്തിലേക്ക് നോക്ക്. നമ്മിലൂടെ കർത്താവ് അടുത്ത ദൗത്യങ്ങൾ ചെയ്തെടുക്കാൻ പോവാ. പിറവിയിലെ കുരുടനായ മനുഷ്യനെ സൗഖ്യമാക്കാനുള്ള കരുത്ത് എന്റെ കർത്താവിന്റെ കരുത്തിലുണ്ട്. അങ്ങനെങ്കിൽ ആ ഒരു അഭിഷേകം നമ്മളിലുണ്ട്. അത് സ്തോത്രം പറയാമോ? എല്ലാവർക്കും ഒന്ന് സ്തോത്രം പറയാമോ? ഒരു സ്തോത്രം പറയാമോ? സ്തോത്രം. എല്ലാവരും ഒന്ന് ചിരിച്ച് സന്തോഷത്തോടെ, ഒന്ന് ഉത്സാഹത്തോടെ, ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ രാത്രിയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നമ്മൾ സമയം ചെലവഴിക്കാനല്ല, വെറുതെ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാനല്ല കയറിയെ. എല്ലാവരും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കാമോ? ആമേൻ പറയുമ്പോ കർത്താവേ, അതേപ്പാ ഹല്ലേലൂയ. ചെറിയ ഒരു പ്രതികൂലം വരുമ്പോ ഞങ്ങൾ ക്ഷീണിച്ചു പോകും. പക്ഷെ ഞങ്ങളുടെ അകത്ത് പകർന്നു ദൈവശക്തി. മത്സരത്തിന്റെ നടുവിലും പ്രതികൂലത്തിന്റെ നടുവിലും മോശ ഉറച്ചു നിന്നു. ആ ഉറച്ചു നിന്നതിന്റെ രഹസ്യം എന്താണെന്ന് അറിയാമോ? എന്താ ഉറച്ചു നിന്നത്? മോശ പ്രാപിച്ച ദൈവവചനത്തിന്റെ ശക്തിയാണ്, സന്ദേശമാണ്. ഒരടിമയെ പുറപ്പെടുവിക്കുവാൻ ലക്ഷങ്ങളെ
അല്ല ദൈവം കണ്ടത്. ഒരടിമയെ പുറപ്പെടുവിക്കാൻ ലക്ഷങ്ങളെ അല്ല കണ്ടത്, ലക്ഷങ്ങളെ പുറപ്പെടുവിക്കുവാൻ എന്റെ കർത്താവ് കണ്ടത് ഒരുവനെയാണ്. കർത്താവ് കണ്ടത് ഒരുവനെയാണ്. കർത്താവ് നിയോഗിച്ചത് ഒരുവനെയാണ്. ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള നിലവിളി ഞാൻ കേട്ടു. മോശേ, നീ പുറപ്പെടുക അടുത്തൊരു പുറപ്പാടിലേക്ക്. വമ്പൻ ബന്ധനത്തിൽ പെട്ടുകിടക്കുന്ന, വമ്പൻ ബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുന്ന, തകർന്നു കിടക്കുന്ന ജനത്തെ വിടുവിക്കുവാ മോശേ ഞാൻ നിന്നെ കണ്ടതാ. എത്ര പേർ ഏറ്റെടുക്കുന്നു മക്കളെ? എത്ര പേർ ഏറ്റെടുക്കുന്നു? ഉടവല റികനകടക ബന്ധനത്തിന്റെ കുടുക്കുകളിൽ അകപ്പെട്ട ഒരു ജനറേഷനെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുവാ ആത്മാവിന്റെ ആഴത്തിൽ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഈ ഗ്രൂപ്പിനാണ് വിശ്വസിക്കുമോനെ? നീ പാടാൻ മാത്രമല്ല മക്കളെ നിന്നെ വിളിച്ച്, നല്ല അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പായിരുന്നു. പക്ഷെ പറ, ആമേ കർത്താവെ, ഞാൻ ആയിരിക്കുന്ന സ്ഥാനത്ത് എന്നെ കർത്താവ് കണ്ടിരിക്കുക. ആമേ, ആയിരങ്ങളെ വിടുവിക്കുക. ബന്ധനത്തിൽ കിടക്കുന്ന ഒരു കൂട്ടം ജനറേഷനെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുക. ആമേ, സ്തോത്രം. ജോഷിനെ കണ്ടിരിക്കുക, ജോഷിനെ കർത്താവ് കണ്ടിരിക്കുക. അതുകൊണ്ട് വിശ്വാസത്തോടെ പറ, കർത്താവെ എന്നെ തന്നെ ആമേ ഒരുക്കണമേ. നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലൂടെയാണോ പോകുന്നത്? അതെ, അതിന്റെ വിടുതലിനായി നമ്മുടെ മേൽ ആത്മാവിന്റെ പകർച്ച നമ്മുടെ മേൽ വീഴും. അത് നമ്മുടെ മേൽ പകരുക. ഓരോരുത്തരുടെ മേലും പകരുക. പട്ടണങ്ങളെ വിടുവിക്കുവാനുള്ള ആത്മാവിന്റെ അധികാരം ദൈവം എന്നെ വിളിച്ചെന്നും ദൈവം എന്നെ തെരഞ്ഞെടുത്തെന്നും ഉറപ്പുള്ളവർ അവരുടെ മേൽ ആ അഭിഷേകം വെളിപ്പെടട്ടെ. ആ അഭിഷേകം വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ പദ്ധതികൾ കൃത്യമായി നിറവേറ്റാൻ അതിന്റെ നടത്തിപ്പുകാരായി കാണുന്ന ചിലർ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ആത്മാവിന്റെ അധികാരമായി ജനത്തെ ഉണർത്തിയെടുക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത ചിലർ ഇവിടെയുണ്ട്. വിശ്വസിക്കുന്നു. അവരുടെ മേൽ അഭിഷേകം വ്യാപരിക്കാൻ പോവുക. അവരുടെ മേൽ ദൈവകൃപ വ്യാപരിക്കാൻ പോവുക. എത്ര പേരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു, എന്നെ ഒരുക്കണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ഒരുപക്ഷെ നമുക്ക് ആരും കൂടെ നിൽക്കാൻ കാണത്തില്ല. ആരും നമുക്ക് അനുകൂലമായി പറയാൻ കാണത്തില്ല. കൂടെ പ്രാർത്ഥിക്കുന്നവർ ആരും നമ്മുടെ ഒപ്പം നിൽക്കത്തില്ല. പക്ഷെ കർത്താവ് പറയുന്നു, മോളെ നീ ഒറ്റയ്ക്ക് മതി, മോനെ നീ ഒറ്റയ്ക്ക് മതി, മക്കളെ നീ ഒറ്റയ്ക്ക് മതി. ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ പുറപ്പെടുവിക്കാൻ പോകുന്നു എന്ന്, ദൈവം എന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു എന്ന് എത്ര പേരുടെ ഉള്ളത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ജനത്തിന്റെ നടുവിൽ ദൈവവചനം യേശു കർത്താവിനെ വെളിപ്പെടുത്തുവാൻ കർത്താവ് കണ്ടിരിക്കുന്നു. ഒരാളെ പറയാമോ? ഞാൻ പറയുന്നു, ആമേ കർത്താവ്, ആമേ, എന്നെ കർത്താവ് അതിനായിട്ട് കണ്ടിരിക്കുക. എന്നെ കർത്താവ് വിളിച്ചതാ, എന്നെ കർത്താവ് അതിനായി വിളിച്ചിറക്കിയതാ. എന്റെ ഹല്ലേലൂയ അനുഭവങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ യൂട്യൂബുകളിലായാലും മറ്റുള്ളവരുടെ ഇന്റർവ്യൂയിലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടക്കുക. ഇങ്ങനെ കിടക്കുക. കഴിഞ്ഞ ദിവസം അടൂർ റീജിയന്റെ ഒരു മീറ്റിങ്ങിന് കടന്നുപോയി. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു, ഫുഡ് കഴിഞ്ഞപ്പോ ഒരു ആന്റി വന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വണ്ടിയിൽ എന്നെ കൂടെ കൊണ്ടുപോകാവോ? ഞാൻ പറഞ്ഞു കൊണ്ടുപോകാം ആന്റി. അപ്പം പറഞ്ഞു, പിന്നെ പറഞ്ഞു സാരമില്ല, എനിക്ക് ആന്റി മനസ്സിലാകുന്നേ ഇല്ല. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാ സാരമില്ല, ഞാൻ ഇവിടുന്നാണ് ബസ്സുണ്ട് പൊക്കോളാം. ഞാൻ പറഞ്ഞു, ഇല്ല ആന്റി, ഞങ്ങൾ ആ വഴിക്കാ പോകുന്നത്, അവിടെ കൊണ്ടാക്കാം. ഞാനും മോനും അച്ഛനും ഉണ്ട്. ഞങ്ങളിങ്ങനെ സ്തോത്രം വണ്ടിയെ കൊണ്ടുപോയി കലേവരം എത്താറായപ്പോ എന്നോട് ഞാൻ ഇവിടെ ഇറങ്ങാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല, എവിടെ വീട്? ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടാക്കാം. ഞങ്ങൾ ആ വീട്ടിലോട്ട് കൊണ്ടുപോകുമ്പോ ആന്റി പറഞ്ഞു, എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, ആന്റി നല്ല പരിചയം. നമ്മൾ അങ്ങനെ പെട്ടെന്ന് അയ്യോ അറിയത്തില്ലെന്നൊന്നും പറയത്തില്ലല്ലോ. നമ്മൾ നല്ല പരിചയം ഇവിടെ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പം പറഞ്ഞു, വർഷങ്ങൾക്ക് മുൻപ് സ്തോത്രം, നിങ്ങൾ ഈ കലേവരത്തോടെ പെരുങ്കുളത്തോടെ 2 കുഞ്ഞുങ്ങളുടെ കൈക്ക് പിടിച്ച് വീടില്ലാതെ അലഞ്ഞിട്ടുണ്ട്. ഞാനത് സാക്ഷിയുള്ളൂ. ഞങ്ങൾക്ക് വീടില്ലാതെ ഞങ്ങൾ അലഞ്ഞു.
ഞങ്ങളൊരു അച്ചായന്റെ വീട്ടിലാണ് ഞങ്ങളുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം. അത് ഞങ്ങൾക്ക് വീടില്ലാഞ്ഞതിന്റെ കാരണം ഞങ്ങൾ താമസിച്ച വീട്ടിലെ അവര് ഭാര്യയും ഭർത്താവും കൂടെ തമ്മിൽ വഴക്കുണ്ടായിട്ട് അച്ഛൻ വന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് ഇത് എന്റെ ഓഹരിയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. അവർ തമ്മിലുള്ള പ്രശ്നത്തിന് ഞങ്ങളെ ഇറക്കി. ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയുമ്പോ ഞങ്ങൾ ആദ്യം പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോകാൻ സ്ഥലമില്ല, ഞങ്ങൾ സാധനങ്ങൾ കൊണ്ടാ സ്ഥലമില്ല, ഞങ്ങൾക്ക് 2 ദിവസം അവധി തരണം. പുള്ളി പറഞ്ഞു പറ്റില്ല, ഒരു കത്തോലിക്ക ഇതാ. അവൻ പറഞ്ഞു പറ്റത്തില്ല, ഇന്ന് വൈകിട്ട് തന്നെ പോണം, ഞാൻ ഇന്ന് രാത്രി ഇവിടെ കിടക്കുന്നത്. നമ്മുടെ ഹൃദയത്തിനകത്ത് അനുഭവിച്ച വേദനയെന്ന് വെച്ചാണ്ടല്ലോ, എന്റെ അച്ഛന് കാല് വയ്യ, എന്റെ 2 കുഞ്ഞുങ്ങൾ, ഞങ്ങൾ നാലോട് എവിടേക്ക് പോകും? ഈ സാധനങ്ങളെല്ലാം കൂടെ ഒരു ചാക്കിനകത്തോട്ട് വാരി കെട്ടി, അത്രയ്ക്കുള്ള സാധനങ്ങളേ ഉള്ളൂ. നമുക്ക് കട്ടിലില്ല, വലിയ ഫർണിച്ചർ ഇല്ല, കുറച്ച് ഷീറ്റും കുറച്ച് പാത്രങ്ങളും എല്ലാം ചാക്കിനകത്ത് വാരി കെട്ടി, തുണികളൊക്കെ വാരി കെട്ടി ഞങ്ങൾ കളിയിലുള്ള അച്ഛന്റെ വീട്ടിൽ കൊണ്ടിട്ട്, പാപ്പച്ചാൻ എന്ന് പറയും, കലേപുരത്ത് പെരുങ്കുളത്തുള്ള വീട്, അത് ഷാരോൺ ചർച്ചിലാണ് പോകുന്നത് കേട്ടോ. ഷാരോൺ ചർച്ചിൽ പോകുന്ന അച്ഛന്റെ വീടിന്റെ കളിയിൽ കൊണ്ടിട്ടു. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി നടക്കുക. അങ്ങനെ പോകുമ്പോഴും വരുന്ന വഴിക്ക് ഞങ്ങൾ കയറി. അന്ന് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ വന്ന ആന്റി അന്ന് കത്തോലിക്ക. ഞങ്ങൾ അവിടെ കയറിയിരുന്ന് പ്രാർത്ഥിക്കും. ആന്റി തരുന്ന ആഹാരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും, ഞങ്ങളും കഴിക്കും, പോകും. ഇങ്ങനെ വർഷങ്ങൾ പിന്നിട്ടു. ഏകദേശം എനിക്ക് തോന്നുന്നു 16-17 വർഷമായി. അന്ന് ആന്റി ഒരു മെലിഞ്ഞൊരു ആന്റി ആയിരുന്നു. ഇന്ന് നല്ല വണ്ണമൊക്കെ വെച്ചപ്പോ എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞങ്ങള് കൊണ്ടാക്കാന്ന് പറഞ്ഞത് ദൈവത്തിന്റെ പ്രവൃത്തി നോക്കിക്കോണോ. ഞങ്ങൾ ചെന്നപ്പോ ഞങ്ങൾ അന്ന് വർഷങ്ങൾക്ക് മുൻപ് കയറിയിറങ്ങി വീടാ. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, സിസ്റ്ററെ നിങ്ങൾ ഇവിടെ അന്ന് കാൽ ചവിട്ടി എന്നും പ്രാർത്ഥിച്ചിട്ട് പോകുമായിരുന്നു, ഞങ്ങൾ തരുന്ന ആഹാരം കഴിച്ചിട്ട് പോകുമായിരുന്നു. വെറുതെ അല്ല. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഭവനം ഒരു ആരാധനാലയമായി മാറി. ഇത് ദൈവത്താൽ സംഭവിച്ചതാ. ഞങ്ങളുടെ പഴയ അനുഭവങ്ങൾ അവർ പറഞ്ഞു. സ്തോത്ര. അന്നത്തെ പട്ടിണിയിൽ ഞങ്ങളെ സഹായിച്ച, അന്ന് ഞങ്ങൾക്ക് ആഹാരം തന്ന, അന്ന് ഞങ്ങളെ കരുതിയ ഒരു പാവപ്പെട്ട കുടുംബം ഇന്ന് ആ ദേശത്ത് ഉയർന്ന ഏറ്റവും മനോഹരമായ ഒരു ഭവനം വെച്ച് അതിനകത്ത് പാർത്ത് കർത്താവിന്റെ വേല ചെയ്യുന്നു. ഒറ്റ കാര്യം കൂടെ പറയട്ടെ. ഹല്ലേലൂയ. ദൈവം നാമത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ, ഓടിയിട്ടുണ്ടെങ്കിൽ, മക്കളെ ഇതൊന്നും വെറുതെ അല്ല. ഇതിനെല്ലാം ഒരു പ്രതിഫലമുണ്ട്. ആ ഭവനത്തിനകത്ത് കയറി നിന്ന് കരഞ്ഞു. എന്റെ കുഞ്ഞുണ്ട്, എന്റെ കൂട്ടത്തിൽ എന്റെ ഇളയ മകൻ. സ്തോത്ര. അവനെ ഞാൻ ചേർത്ത് പിടിച്ചിട്ട് കരഞ്ഞു. ഒരു കാലത്ത് എന്റെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളുമായി ഒട്ടിയ വയറോടെ പട്ടിണിയോടെ കടന്നു വന്ന് ഈ കുടുംബത്തിൽ വന്ന് ആഹാരം കഴിച്ചിട്ട് പോയിട്ടുള്ള കാലങ്ങൾ പിന്നിട്ടപ്പോൾ സ്തോത്ര ഈ ഭവനം കർത്താവിന്റെ ആരാധനാലയമാക്കി മാറ്റിയെങ്കിൽ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് ക്ഷീണിച്ചു പോകാതെ ഓടിയത് കൊണ്ട് നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലറിയുക. ഏറെ നാൾക്കരിച്ച് മടങ്ങി വരും. പിന്മാറിപ്പോകാൻ കർത്താവ് അനുവദിപ്പിക്കത്തില്ല, നഷ്ടമായി പോകാൻ അനുവദിക്കത്തില്ല. ഞങ്ങൾക്ക് ലക്ഷ്യമുണ്ട്. കർത്താവ് ഞങ്ങളെ വിളിച്ചിറക്കി. വീടില്ലെങ്കിലും, കൂടില്ലെങ്കിലും, കിടക്കാൻ ഇടമില്ലെങ്കിലും, ഉടുക്കാൻ നല്ല വസ്ത്രമില്ലെങ്കിലും, നല്ല കഴിക്കാൻ ആഹാരമില്ലായിരുന്നെങ്കിലും കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. വേഗത്തിൽ പോകട്ടെ. സ്തോത്രം. ജനത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ വചനം യേശു കർത്താവിനെ വെളിപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ കണ്ടു. അതുകൊണ്ട് പറ, ഞാനൊരു വഴികാരിയല്ല. സ്തോത്രം. ദൈവം വിതച്ച വിതകളെ വേഗത്തിൽ കൊത്തിക്കൊണ്ടുപോകാൻ, പറവ കൊത്തിക്കൊണ്ടുപോകാൻ ഞാനൊരു വഴികരികല്ല. പറവകൾക്ക് അനുവാദം കൊടുക്കുന്ന ഒരു വഴികരികല്ലേ ഞാൻ. ജൂഡാരക ശംധുനാരകനഘടകതുര ഉടബല റിബനപരവ ശ്യാനകസ്തുരാധന. കഴിഞ്ഞ കാലങ്ങളിൽ കൊണ്ടുപോയോ? വീണത് ഹല്ലേലൂയ കൊണ്ടുപോയോ? കഴിഞ്ഞത് കഴിഞ്ഞു മക്കളെ, പോയത് പോയി. ഇന്ന് പറ കർത്താവേ, ഇന്ന് തീരുമാനിക്കുക, ഞാൻ വഴികരികല്ല, ഇനി അത് കൊത്തിക്കൊണ്ട് പോകത്തില്ല ഒരിക്കൽ. ശംധുന. ദൈവത്തിന്റെ ആത്മ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, വ്യക്തമായി പരിശുദ്ധാത്മ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഉടമല റിവരകളുടെ കർത്താവേ, ഹല്ലേലൂയ, എന്നെ ഒരുക്കി, എന്നെ വിളിച്ച, എന്നെ നിർത്തിയ ദൈവത്തിന്റെ കരം ഞങ്ങളുടെ മേലൊന്ന് വെളിപ്പെടണമേ. അടുത്ത് തരുമല്ലേ? ഹല്ലേലൂയ. കഴിഞ്ഞ കാല ചരിത്രങ്ങളെ മാറ്റിക്കളഞ്ഞു.
ഒരു പുത്തനാരംഭം ഇവിടെ തന്റെ ജനത്തിൽ വെളിപ്പെടട്ടെ. കൊണ്ടുപോയത് പോയി, ഇനി എന്റെ നന്മ കൊണ്ടുപോകത്തില്ല. ഒരിക്കൽ ഗിദെയോൻ പറഞ്ഞു, എന്താ പറഞ്ഞേ? കർത്താവേ, ഞങ്ങൾ വിതയ്ക്കും, ഇസ്രായേലിൽ വിതയ്ക്കും, മിദ്യാന്യർ കൊയ്തു കൊണ്ടുപോകും, നന്മ കൊണ്ടുപോകും. ഞങ്ങളാ വിതയ്ക്കുന്നെങ്കിലും ശത്രു ഞങ്ങളുടെ നന്മ കൊണ്ടുപോകും. കഴിഞ്ഞകാല ചരിത്രങ്ങളെ മാറ്റിക്കളഞ്ഞൊരു പുത്തൻ ആരംഭം അല്ലേ? ആമേ. കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, കഴിഞ്ഞ 7 വർഷം ശത്രു നിന്റെ നന്മ കൊണ്ടുപോയെങ്കിൽ ഇനി നിന്റെ നന്മ കൊണ്ടുപോകാൻ വിട്ടുകൊടുക്കത്തില്ല. ആമേ. നിന്റെ നന്മ ഇനി ശത്രു കൊണ്ടുപോകത്തില്ല. ഓ റീഖബല ഘടകതുന അസ്തുന ജന. വ്യക്തമായി പറ യേശുവിന്റെ നാമത്തില്. ഓ റീഖബല ഘടക, ഇനി നന്മ കൊണ്ടുപോകാൻ വിട്ടുകൊടുക്കത്തില്ല, ഇനി നന്മ കൊണ്ടുപോകത്തില്ല യേശുവിന്റെ നാമത്തില്. പരാക്രമശാലിയേ, ഇനി നിന്റെ നന്മ കൊണ്ടുപോകത്തില്ല. നമ്മുടെ ആരോഗ്യ ശുശ്രൂഷ തലമുറ നന്മ ഉടമല റിഗനകെ ആമേ ശത്രു കവർന്നുകൊണ്ട് പോകത്തില്ല. നാം സ്വയം ഒതുങ്ങിപ്പോകരുത്, ദൂതുകളെ സ്വീകരിക്കാതെ പോകരുത്. ആമേ. വിളിച്ചു പറ, പറവയ്ക്ക് വേഗത്തിൽ കൊത്തിക്കൊണ്ടു പോകാൻ ഞാനൊരു വഴി കരുകല്ല കർത്താവേ. ആത്മീയ ജീവിതത്തിന്റെ അലസതകളെ മാറ്റുക. ഹല്ലേലൂയ. കർത്താവ് ദർശനമുള്ളവർ അവഗണിക്കപ്പെടുമ്പോൾ. ആമേ. സ്തോത്രം. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. സ്തോത്രം. മ്യൂട്ട് ആക്കണേ. ആരോ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ടും അന്ന് മ്യൂട്ട് ആക്കണം. സ്തോത്രം. നോക്കിക്കേ, ദർശനമുള്ളവർ അവഗണിക്കപ്പെട്ടു. ശരിയാ. ആത്മാവിന്റെ ദൂത് പ്രാപിച്ച് ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത് തിരസ്കരിക്കപ്പെട്ടു. സത്യമാ. അതൊരു നിശ്ചിത കാലഘട്ടം മാത്രമേ ഉള്ളൂ. ദർശനം കണ്ടു, സ്വപ്നം കണ്ടു, ഇറങ്ങിത്തിരിച്ചു, സ്വന്തം ജനത്തിന് നടുവിൽ ഒരു ആക്ഷേപ പാത്രമായി നിന്നില്ലേ? ചോദ്യചിഹ്നം വന്നില്ലേ? കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി, എന്ത് കിട്ടും? എന്ത് പ്രാപിക്കും? ഒത്തിരി പ്രാർത്ഥിക്കുന്നു, എന്ത് നേടി? ചോദ്യചിഹ്നം വരും. പക്ഷെ കർത്താവ് പറയുന്നു, ഇല്ല. ദൈവത്തിന്റെ വാക്തത്വ പ്രകാരം ഇറങ്ങിത്തിരിച്ച് സ്വന്തം ജനത്തിന്റെ നടുവിൽ ഒരാക്ഷേപപാത്രമായി നിന്നത് മാത്രമല്ല വേദപുസ്തക ചരിത്രം. ആണോ ബിനു ഐസക്? ആണോ? സ്തോത്രം. അല്ല മക്കളെ, അല്ല. സ്തോത്രം. ദൈവത്തിന്റെ വാക്തത്വം പ്രാപിച്ച് ഇറങ്ങിത്തിരിച്ച് സ്വന്തം ജനത്തിന്റെ നടുവിൽ ഒരു അപമാന പാത്രമായി നിന്നത് മാത്രമല്ല വേദപുസ്തക ചരിത്രം. അല്ല, ദർശനമുള്ള യോസഫിനെ റബാന വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. ഒരു കാലഘട്ടത്തേക്ക് അവഗണിക്കാൻ കഴിഞ്ഞോളൂ. ഒരു കാലഘട്ടം. ദർശനമുള്ളവര് ഒരു കാലഘട്ടം ചിലപ്പോ അവഗണിക്കാൻ നമ്മളെ വിട്ടുകൊടുക്കും. അല്ലേ മേരി ആന്റി? അതെ, ഒന്ന് പറയാമോ? ഒരു സമയം വരെ. പക്ഷെ അത് കഴിയുമ്പോൾ കർത്താവ് അനുവദിപ്പിക്കത്തില്ല. അത് കഴിഞ്ഞ് അവഗണിച്ചവരുടെ അധികാരമുള്ളവരായി ഉടമല റിഗനക ആമേ അവഗണിച്ചവരുടെ അധികാരമുള്ളവരായി യോസഫിനെ തിരിച്ചു കൊണ്ടുവന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഒന്ന് കൈയൊക്കെ അടിച്ചൊരു സ്തോത്രം പറയാമോ? സ്തോത്രം പറയാം. യേശുപ്പ സ്തോത്രം. കർത്താവേ സ്തോത്രപ്പ. നമ്മെ അവഗണിച്ചവർ തന്നെ നമ്മുടെ മുൻപിൽ വണങ്ങുന്ന രണ്ടാമത്തെ ഒരു ചരിത്രമുണ്ട്. ഓ ദൈവാത്മ ശക്തമായി പറയുന്നു, ആ രണ്ടാമത്തെ ചരിത്രം നമ്മുടെ മേൽ പകരുവാൻ കർത്താവ് എന്നെ തൊടുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു നീ ഒന്ന് തൊടണമേ. ഓ ജിലടമേ രണ്ടാം ഘട്ടം തുറക്കുകയാ. ഉടവല റിഗനഘടക ശബ്ദന് ഒന്നാമത്തെ ചരിത്ര ഒന്നാമത്തെ ഘട്ട ഔടവ ശബ്ദന് അത് കഴിയാറായി. അടുത്തൊരു തലത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കാൻ പോവുക. അടുത്തൊരു തലത്തിലേക്ക് നമ്മൾ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തില് അത് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ചില വ്യക്തികളുടെ മേൽ അത് പകരപ്പെടുകയാ. ഉടവല റിഗന പടക്കളത്തിൽ വന്ന ദാവീദിനോട് സഹോദരങ്ങൾ ചോദിക്കുന്ന ചോദ്യം, നീ എന്തിനാ ഇവിടെ വന്നത്? നിനക്ക് എന്താ യോഗ്യത? നിങ്ങളെയും അഹങ്കാരിയും എന്ന് പറഞ്ഞ് അവഗണിച്ചില്ലേ? അവഗണിച്ചു. ആ അവഗണന അധികാരത്തിൽ കൊണ്ടെത്തിച്ചു.
അവഗണനയുടെ കാലഘട്ടം ഉണ്ടെങ്കിൽ ഒരു പരിഗണനയുടെ കാലഘട്ടം ഉണ്ടാകും. അടര വൈഡകരക ശംധുനാഥര ജൂഡബല റിഖബര ഘടക ദുരധന ഘടക യേശുവിന്റെ നാമത്തില് ഏറ്റെടുക്ക്. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുക്ക്. അവഗണനയുടെ കാലഘട്ടങ്ങൾ ഉണ്ടെങ്കിൽ സ്തോത്രം ഒരു പരിഗണനയുടെ കാലഘട്ടം ഉണ്ടാകും. ഹല്ലേലൂയ. സ്വർഗീയ സന്ദേശങ്ങൾ ഫലം പുറപ്പെടുവിക്കേണ്ടുന്ന ഒരു നിലമാണ് നമ്മൾ. അല്ലാതെ വിതച്ചു തീരുന്നതിന് മുൻപ് പറവ കൊത്തിക്കൊണ്ട് പോകുന്ന ഒരു അനുഭവമല്ല. പറവ കൊത്തിക്കൊണ്ട് പോകരുത്. ദൈവത്തിന്റെ ദൂതുകൾക്ക് ഫലം പുറപ്പെടുവിക്കാത്ത വഴികാരികളാണോ നമ്മൾ? അല്ലേ? അല്ല. സ്തോത്രം. അവഗണിച്ചവരുടെ മുന്നിൽ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. വിശ്വസിക്കുക. വിശ്വാസത്തോടെ ഏറ്റുപറ, കർത്താവെ അങ്ങനെ തന്നെയുണ്ട്. ഒരു കാലത്ത് അവഗണനയിൽപ്പെട്ടവരാ ഞങ്ങള്. ഹല്ലേലൂയ. അവഗണിച്ചവർ കൂട്ടത്തിൽപ്പെട്ടവരാ, മാറ്റി നിർത്തിയവരാ. സ്തോത്രം. ശുശ്രൂഷയുടെ അനുഭവങ്ങളിൽ ഞാൻ 27ാമത്തെ വർഷം ഞങ്ങള് 27 വർഷം കഴിയാറായി വരുന്നു. എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 27 വർഷം അച്ഛൻ സഭാചാറിൽ ഇരിക്കുമ്പോഴാണ് വിവാഹം നടക്കുന്നത്. ഒത്തിരി അവഗണനകളും നിന്ദകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ കടന്നു വന്നു. പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അച്ഛൻ നടന്നു ചെല്ലുമ്പോൾ കാല് വയ്യാതെ നടന്നുകൊണ്ട് ചെല്ലുമ്പോൾ ഒരു പക്ഷെ ഒരു വ്യക്തി എഴുന്നേറ്റ് കൊടുക്കാൻ കാണത്തില്ല. ചെറിയ സഭ, സാമ്പത്തികം എന്ന് പറയാനൊന്നുമില്ല. കുറച്ച് വിശ്വാസികള് ഹൈറേഞ്ചിന്റെ മണ്ണിൽ കർത്താവിന്റെ വേല ചെയ്തു. ഞങ്ങൾ നാട്ടിലൊക്കെ കൊട്ടാരക്കരയിലൊക്കെ വന്നാൽ വലിയ ആൾക്കാരൊക്കെയാ. അവിടെയൊക്കെ ചെന്നാൽ എന്തോ ഒരു നോട്ടം, എന്തിനോ വന്നു, അവർക്ക് എന്തെങ്കിലും കൊടുക്കണം, ആ ഒരു നോട്ടം, ആ ഒരു അവഗണന. ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, യേശുപ്പ ഒറ്റ മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടം ഞങ്ങളെ വിടരുത് കർത്താവേ. ദൈവവേലയ്ക്ക് ഇറങ്ങിയിട്ട് ആരുടെ മുന്നിൽ ഒത്തിരി പട്ടിണി കിടന്നിട്ടുണ്ട് ദൈവവേല നിമിത്തം. പക്ഷെ ആരുടെ മുന്നിൽ കൈനീട്ടാൻ വിടരുത്. പക്ഷെ അന്ന് അവഗണിച്ചവരുടെ മുന്നിലൊക്കെ അവരോടൊപ്പം വേദികളിൽ ഇരിക്കുമ്പോൾ, ശ്രേഷ്ഠന്മാരുടെ നടുവിൽ ഇരിക്കുമ്പോൾ ദൈവത്തോട് ഉള്ളുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഹൃദയം കൊണ്ട് ഒത്തിരി പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഇതിനൊന്നും യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് കർത്താവെ നീ കൊണ്ടുവന്ന് നിർത്തിയതാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും അവഗണനകളും ഒറ്റപ്പെടുത്തലുകളും കഴിഞ്ഞ ദിവസം ഞാൻ സൂം മീറ്റിംഗിൽ പറയുകയുണ്ടായി. സ്തോത്രം. ചെറുപ്രായത്തിലൊക്കെ എന്റെ ഒപ്പ കൃഷി സാധനങ്ങളൊക്കെ തലയിൽ വെച്ച് തരും. ദൈവദാസന്മാർക്ക് കൊണ്ടു കൊടുക്കാൻ, ഫെയ്ത്ത് ഹോമുകളിൽ കൊണ്ടു കൊടുക്കാൻ. അന്ന് പറയുന്ന ഫെയ്ത്ത് ഹോം എന്നാ. ഫെയ്ത്ത് ഹോമിൽ കൊണ്ടു കൊടുക്കും പാസ്റ്റർമാർക്ക്. കിലോമീറ്റർ നടന്ന് തലയ്ക്കകത്ത് വലിയ കൊലയൊക്കെ വെച്ച് കപ്പയൊക്കെ വെച്ച് ചുമ്മി കൊണ്ടു ചെന്ന് കൊടുക്കും. കൊണ്ടു കൊടുത്തിട്ട് അവര് പ്രാർത്ഥിച്ചെടുക്കും. കൈവച്ച് പ്രാർത്ഥിച്ചെടുക്കും. എന്ത് സാധനം കൊടുത്താലും പണ്ടത്തെ ദൈവദാസന്മാര് പ്രാർത്ഥിച്ചെടുക്കും. എന്നാല് സ്തോത്രം, ഹല്ലേലൂയ, അന്ന് അവര് പ്രാർത്ഥിക്കുമ്പോ ഒരു പ്രാർത്ഥനയുണ്ട്. എന്തോന്നറിയാമോ? കർത്താവേ, ഈ കുഞ്ഞുങ്ങള് ഞങ്ങളൊക്കെ ഒത്തിരി ചെറിയ പ്രായമല്ലേ, ഞങ്ങളുടെയൊക്കെ തലവേദനിക്കും. കർത്താവെ, ഈ പിഞ്ചു കുഞ്ഞുങ്ങള്, ഞങ്ങൾ 3 സഹോദരിമാരും കൂടെ ഒരുമിച്ച് എപ്പോഴും പോന്നെ, ഈ കുഞ്ഞുങ്ങൾ കൊണ്ടുവന്ന ഈ കൃഷി ഫലത്തെ അനുഗ്രഹിക്കണം, ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, വരും കാലങ്ങളിൽ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടണം. ഈ വാക്കുകൾ ഞങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുക്കും. പക്ഷേ ഇതൊന്നും വെറുതെ ആയോ മക്കളെ? ഇല്ല. അന്ന് പ്രാർത്ഥിച്ച് മേടിക്കും. ഇന്നലെ പോയ വിവാഹത്തില് ഞങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച ഞങ്ങളുടെ ദൈവദാസനുണ്ട്. ഷാരോനി. ഞങ്ങൾ ജനിച്ചു വളർന്ന ഷാരോനിലെ ഇപ്പൊ ഞങ്ങൾ IPS ശുശ്രൂഷയിലായിരിക്കുന്നത്. അച്ഛൻ എന്നെ കെട്ടിച്ചത് IPSലോട്ടാ. എന്നാൽ ഞങ്ങൾ ഷാരോനി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു അഭിഷക്തനാണ് DJ തോമസ് ഊട്ടി പാസ്റ്റർ. ഇന്ന് ജനറൽ സെക്രട്ടറിയാ. ഇന്നലെ വിവാഹം നടത്താൻ വന്നു. ആ വിവാഹ വേദിയില് സ്തോത്രം, തന്റെ അഭിഷക്തന് പറയാൻ പറ്റി, ഞാൻ സൺഡേ സ്കൂള് പഠിപ്പിച്ച എന്റെ കൊച്ച അന്ന് ഞങ്ങളെ സൺഡേ സ്കൂള് പഠിപ്പിച്ചതും അന്ന് ഞങ്ങളെ കൈവച്ച് അനുഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ഒന്നും വെറുതെ അല്ല. അവഗണനകൾ കിട്ടിയിട്ടുണ്ട്, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ പപ്പ ഒരു കൂലിപ്പണിക്കാരനായതുകൊണ്ട് ഒത്തിരി അവഗണനകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം കർത്താവിന് വേണ്ടി നിന്നതും കർത്താവിന് വേണ്ടി കൊടുത്തതും ചെലവിട്ടതും ഓടിയതും പ്രവർത്തിച്ചതും ഈ തലയ്ക്കകത്ത് ഭാരം ചുമി അഭിഷക്തന്മാരെ കരുതിയതും ഒന്നും വെറുതെ അല്ല. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിയവര് കർത്താവ് വെറുതെ അയക്കത്തില്ല. ദൈവ നാമത്തിന് വേണ്ടി നിൽപ്പാൻ എത്ര പേര് തയ്യാറാകും?
എത്ര പേര് തയ്യാറാകും? പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് പൊട്ടിമുളച്ചു വന്ന് കർത്താവിന്റെ വേല ചെയ്യുകയല്ല. ചെറുപ്രായം തൊട്ടേ സംസാരിക്കാൻ തുടങ്ങുന്ന പ്രായം തൊട്ടേ പണ്ടത്തെ അമ്മച്ചിമാരോടൊപ്പം ട്രാക്ട് കൊടുക്കാൻ പോയി, ജയിൽ മിനിസ്ട്രി, ഹോസ്പിറ്റൽ മിനിസ്ട്രി, ഭവനങ്ങൾ കയറി ഇറങ്ങി സുവിശേഷം പറയുക ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങളുടെ അമ്മച്ചിമാർ ഞങ്ങളെ പഠിപ്പിച്ചു. ഇന്ന് കാലങ്ങൾ മാറി, കാലം മാറിയില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇപ്പം പറയാം, മോനെ ഇങ്ങനെ ചെയ്യില്ല, മോനെ ഇങ്ങനെ പ്രാർത്ഥിക്കണം, മോനെ ഇങ്ങനെ ഇരിക്കണം, മോനെ ബൈബിൾ എടുക്കുക, അങ്ങനെ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കും. അവര് പറയും, മമ്മി പണ്ടത്തെ കാലമല്ല ഇപ്പൊ. കാലത്തിന് മാറ്റം വന്നിട്ടില്ല, വചനത്തിന് മാറ്റം സംഭവിച്ചിട്ടില്ല. പുരോഹിതന്റെ ദർശനം നഷ്ടപ്പെട്ടപ്പോൾ ആലയത്തിനകത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സ്തോത്രം പ്രാർത്ഥിച്ചൊരമ്മയുണ്ട്. എന്റെ കുഞ്ഞിനെ ദർശനം നഷ്ടപ്പെട്ടു പോയി പുരോഹിതന് പകരമായിട്ട് പുരോഹിതന് പകരമായിട്ട് എനിക്കൊരു കർത്താവേ, നിനക്ക് തരാൻ എനിക്കൊരു കുഞ്ഞിനെ, ഒരു പുരുഷ സന്താനത്തെ വേണം, എനിക്കൊരു പുരുഷ സന്താനത്തെ വേണം. അങ്ങനെ പറയാൻ ആർക്ക് പറ്റും? ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാം, എന്റെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ ശക്തരാകണം. എന്റെ കർത്താവെ, എന്റെ കുഞ്ഞുങ്ങളെ ശക്തരാക്കണമേ. ആമേ. ദൈവത്തിന്റെ ദൂതകൾക്ക് ഫലം പുറപ്പെടുവിക്കാത്ത ഒരു വഴികരികാണോ നമ്മൾ? അല്ല. നാം പൊട്ടക്കിണറിലൂടെയും കാരാഗ്രഹത്തിലൂടെയും എല്ലാം കടന്നുപോയത് ഇവിടൊന്നും തിരശ്ശീല വീഴ്ത്താനല്ല. അല്ല, സ്വത്രം. നാം കഷ്ടതയിലൂടെ കടന്നുപോയത് നമ്മെ കുറിച്ച് ദൈവം കണ്ട സ്വപ്നമാ. കർത്താവ് നമ്മെ കുറിച്ച് സ്വപ്നം, നമ്മിൽ തന്ന സ്വപ്നം, നമ്മുടെ ഹൃദയത്തിൽ വീണ സ്വപ്നം എന്ന വിത്ത, നമ്മുടെ ഹൃദയത്തിനകത്ത് വീണ സ്വപ്നം. നമ്മൾ കണ്ട സ്വപ്നത്തിന്റെ അധികാരത്തിലേക്കാണോ ദൈവം നമ്മെ കൊണ്ടുപോയത്? നമ്മൾ കണ്ട സ്വപ്നത്തിന്റെ അധികാരത്തിലേക്കാണ് കർത്താവ് നമ്മെ കൊണ്ടുപോയത്, അല്ലേ? അവഗണനകൾ ആരാ കേൾക്കാത്തത്? ക്രിസ്തുവിന്റെ ഭക്തന്മാർ നിന്ദകളിലൂടെ കഷ്ടതകളിലൂടെ കടന്നുപോയി. പക്ഷേ അതിന്റെ നടുവിൽ കർത്താവിന് വേണ്ടി പിടിച്ചു. ഇത് ദൈവാത്മജനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക, വ്യക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക. മോശ കേട്ടില്ലേ? കേട്ടു. സ്വത്ര. നിന്നെ ന്യായകർത്താവായി ഞങ്ങളുടെ നടുവിൽ നിയമിച്ചതാ. നിന്നെ ആരാ നിയമിച്ചത്? യഹോവയെ അയച്ചിട്ട് ഞാൻ വന്നു എന്ന് പറയാൻ ഒരു രണ്ടാം ഘട്ടം മോശക്കുണ്ട്. മോശ കേട്ടു. നിന്നെ ആരാ ഇവിടെ അയച്ച? നിന്റെ ദൈവം ആരാ? ചോദിച്ചതിന്റെ മറുപടി കാണിച്ചു കൊടുത്തില്ലേ? ചോദ്യചിഹ്നങ്ങൾ വരാം. നിന്റെ ദൈവം ആരാ? സ്തോത്രം. ചോദ്യം വരും. നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതികരിക്കുകയേ ചെയ്യരുത്, പ്രാർത്ഥിക്കണം. ഒരു ഒന്നാം ഘട്ടം നമ്മളെ വേദനിപ്പിച്ച, നമ്മളെ തകർത്ത വിഷയമാണെങ്കിൽ സ്തോത്രം, യഹോവ എന്നെ അയച്ചിട്ട് വന്നു, എന്റെ കൂടെ കർത്താവ് ഉണ്ടെന്ന് പറയുന്ന രണ്ടാം ഘട്ടം നമുക്കുണ്ട്. അവഗണനയുടെ ഒന്നാം ഘട്ടമുണ്ടെങ്കിൽ ദൈവനീതിയുടെ രണ്ടാം ഘട്ടമുണ്ടെന്ന് അത് സ്വീകരിക്കാമോ? സ്വീകരിക്കാമോ? സാധാരണ മനുഷ്യരല്ല ഇന്നിവിടെ ഇരിക്കുന്നത്, സാധാരണ മനുഷ്യരല്ല മക്കളെ. സ്തോത്രം. നമ്മുടെ ഈ സ്വപ്നം നമ്മൾ തയ്യാറാക്കിയതാണ് അല്ല, നമ്മുടെ സ്വപ്നം നമ്മൾ തയ്യാറാക്കിയതല്ല. വിവോ ഒരു കർത്താവിന്റെ അഭിഷക്തനാണെന്ന് തോന്നുന്നു. പേരില്ല, ഫോണിന്റെ പേരാ. പക്ഷെ ദൈവാത്മാ വ്യക്തമായിട്ട് പ്രിയ ദൈവദാസനോട് ഇടപെടുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാ വ്യക്തമായി സംസാരിക്കുന്നു. പലപ്പോഴും പുറകോട്ട് പോയ വേദനകളിലൂടെ കടന്നുപോയി പുറകോട്ട് പോയ അനുഭവങ്ങളിൽ കർത്താവ് പിടിച്ചു വലിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊണ്ടുവന്നില്ലേ? ദൈവ വേലയ്ക്ക് കൊണ്ട് നിർത്തിയല്ലേ? ഒന്നും ചോദിച്ചില്ലല്ലോ. പക്ഷെ കർത്താവെ നിന്നയാക്കരുതെന്ന് ചോദിച്ചൊരു അഭിഷക്തനാണ്. സ്തോത്രം. ഞാൻ സംസാരിക്കുന്ന ദൈവദാസൻ അവൻ കഷണ്ടിയുള്ള പേരില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. ആ ദൈവദാസനോട് വ്യക്തമായിട്ട് ഇടപെടുന്നു. അതെ, കറക്റ്റ്. പരിശുദ്ധാത്മ ശക്തമായി സംസാരിക്കുന്നു. പട്ടിണിയിലൂടെ കടന്നുപോയില്ലേ? വേദനയിലൂടെ കടന്നുപോയില്ലേ? നിരാശയിലൂടെ കടന്നുപോയില്ലേ? കടന്നുപോയി. പക്ഷെ പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിക്കുന്നു, വ്യക്തമായി ഇടപെടുന്നു. പലപ്പോഴും പറഞ്ഞു, കർത്താവ് എന്നെ കൊണ്ട് ഇനി പറ്റുമോ? ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞില്ലേ? വിളിച്ചു വരുത്തി പ്രാർത്ഥിച്ചവരും നന്മ കണ്ടവരും ആശ്വാസം പ്രാപിച്ചവരും തന്റെ ദാസനെ നിന്നെ വിട്ടേച്ചു പോയില്ലേ?
പക്ഷെ കർത്താവ് മറന്നിട്ടില്ല. കർത്താവ് മറന്നിട്ടില്ല. പൂർണ്ണമായിട്ട് ദൈവാത്മ പറയുന്ന റൂട്ട് മാറ്റുന്നത് പോലെ സ്ഥലങ്ങൾ മാറ്റിവിടാൻ പോവുക. ശക്തമായ ദൂത് ഏറ്റെടുത്തോ, കർത്താവ് അയക്കും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ സ്വപ്നം നമ്മൾ തയ്യാറാക്കിയതല്ല, ഇത് സ്വർഗം നമ്മളെ കുറിച്ച് തയ്യാറാക്കിയതാണ്. നമ്മൾ ഡിസൈൻ ചെയ്ത സ്വപ്നമാണെങ്കിൽ നടക്കാതെ പോയേക്കാം. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയിൽ ചെയ്ത സ്വപ്നമാണെങ്കിലോ അതിനെ തകർക്കാൻ പറ്റില്ല. ആ സ്വപ്നം ആമൻ നടന്നിരിക്കും. എത്ര പേരുടെ ഹൃദയം പറയുന്നു, ഞാനൊരു വഴികരികല്ലെന്ന്. ഞാൻ വേഗത്തിൽ നിർത്താം. ഞാനൊരു വഴികരികല്ല കർത്താവേ. വിതക്കാരന്റെ കയ്യിൽ നിന്നും തെറിച്ചു വീണ ഒരു വഴികരികല്ല ഞാൻ. വിതക്കാരന്റെ കയ്യിൽ നിന്നും വീണ ആമൻ തെറിച്ചു വീണ വിത്ത് വഴികരികിൽ വീണു. ആ ഒരു വഴികരികല്ല ഞാൻ. അല്ല കർത്താവേ. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കുവാൻ സാത്താൻ കവർന്നു കൊണ്ടുപോകാൻ എന്നെ വിട്ടുകൊടുക്കത്തില്ല. സാത്താൻ അപകരിച്ചു കൊണ്ടുപോകാൻ വിട്ടുകൊടുക്കത്തില്ല. ആമെ പിശാച് ഒരുക്കുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ ഞങ്ങളെ വിട്ടുകൊടുക്കത്തില്ല. യേശുവിന്റെ നാമത്തില് ആമെ പൂർണ്ണമായി നമുക്ക് ഏറ്റെടുക്കാം, പൂർണ്ണമായി വിശ്വസിക്കാം. ശബ്ദനാഥനെ ഹല്ലേലൂയ ശക്തിയോടെ നമുക്ക് പറയാം. ആമേ, വിതക്കാരന്റെ കയ്യിൽ നിന്നും വഴിയിൽ വീണ വിത്തല്ല, വഴികരികല്ല ഞങ്ങൾ. അല്ല. സ്തോത്രം. ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഏറ്റെടുക്കാം. ഞാൻ വേഗത്തിൽ നിർത്താം. ചിലത് പാറസ്ഥലത്ത് വീണു, വേഗത്തിൽ മുളച്ചു. മണ്ണിന് താഴ്ചയില്ലാകിയാൽ ചൂട് തട്ട് ഉണങ്ങിപ്പോയി. ചിലർ സന്തോഷത്തോടെ വചനം സ്വീകരിക്കുന്നു. എന്നാൽ ആ വചനം നിമിത്തം ഉപദ്രവമോ പീഡകളോ വരുമ്പോൾ അവർ ക്ഷണികന്മാരാകയാൽ. ഇവിടെയാണ് നമ്മുടെ അകത്ത സ്വപ്നം എത്രമാത്രം ആഴത്തിൽ പതിഞ്ഞു എന്ന് വെളിപ്പെടുത്തുന്നത്, അല്ലെ? ഇവിടെ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ പതിഞ്ഞു. ദുരബലവരക ശംധുന രഗനഘടക ദുരബലബലവ അടര വൈഡക രഗച്ഛസ്യാനകത്തുരംഗന. ഇവിടെയാ നമ്മുടെ അകത്ത സ്വപ്നം എത്രമാത്രം പതിഞ്ഞു. കുറ്റവാളിയായി കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും ഉള്ളം പറയുന്നില്ലേ, ദൈവമേ, പൊത്തിഫോറിന്റെ വീടിനകത്ത് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴും കർത്താവേ, നിന്നോട് പാപം ചെയ്യാനും പൊത്തിഫോറിനോട് അവിശ്വസ്തത കാണിക്കാനും മനസ്സില്ലാതെ കാത്തിരുന്നവനാ ഞാൻ. കാത്തിരുന്നില്ലേ? അവിശ്വസ്തത കാണിച്ചോ? ഇല്ല. പ്രതികൂലമായ സാഹചര്യം വന്നപ്പോൾ കർത്താവേ സ്തോത്രം, അതെന്താണെന്നറിയാവോ? എന്നെ തെരഞ്ഞെടുത്ത സ്വപ്നം തന്ന എന്റെ കർത്താവിന് വേണ്ടിയാ. എന്റെ കർത്താവിന് അറിയാം പാനപാത്രമാകാൻ മറക്കും, മറ്റുള്ളവർ അപമാനിക്കും. പക്ഷെ അതൊക്കെ വന്നു പോകുന്ന സൗഹൃദങ്ങളാണ്. പക്ഷേ നമ്മെ കുറിച്ച് പദ്ധതിയിട്ടവൻ വന്നു പോകുന്നവനല്ല. അത് നാം അനുഗ്രഹിക്കപ്പെടും, ഉപയോഗിക്കപ്പെടും, മാനിക്കപ്പെടും. നമ്മുടെ അവസ്ഥകൾ മാറും. ഒരാത്മീയ ജീവിതത്തിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടോ? നമുക്ക് പറയാൻ പറ്റുമോ? സാഹചര്യം എതിരാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പറയാറുണ്ട്, സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കർത്താവേ. പക്ഷെ കർത്താവ് തന്ന ദൂത് സാഹചര്യങ്ങളെ കീഴടക്കുന്നതാണ്. കർത്താവ് തന്ന ശബ്ദം സാഹചര്യങ്ങളെ കീഴടക്കുന്നതാണ്. ആവേശത്തോടെ, വളരെ ആഗ്രഹത്തോടെ, ആവേശത്തോടെ ദൂതുകളെല്ലാം സ്വീകരിച്ചു. പക്ഷെ ആയുസില്ലാതെ മനസ്സുകൊണ്ട് താങ്ങെങ്കിൽ കർത്താവ് പറയുന്നത് പാറസ്ഥലമാണ്. പാറസ്ഥലമാകരുത്. ഒന്ന് മുളച്ചു, ആവശ്യത്തോടെ ദൂത് കേട്ട് മുളച്ചു, ശുശ്രൂഷയിൽ എഴുന്നേറ്റു, മിനിസ്റ്റർ തുടങ്ങി, ജോലിക്ക് കയറി, തലമുറകളൊക്കെ കണ്ടു, സന്തോഷിച്ചു, ആനന്ദിച്ചു. പക്ഷേ ഏറെ നാൾ പോയില്ല, എല്ലാം നഷ്ടപ്പെട്ടു. ജോലി പോയി, ബിസിനസ് തകർന്നു, കുഞ്ഞുങ്ങളുടെ ഭാവി, ശുശ്രൂഷകൾ, ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്നില്ല. സ്വത്രം വേഗത്തിൽ മുളച്ചു, വേഗത്തിൽ ഉണങ്ങിപ്പോയി. അങ്ങനെ ഉണങ്ങിപ്പോകരുത്. ആയുസില്ലാതെ മനസ്സുകൊണ്ട് തളർന്നെങ്കിൽ കർത്താവ് പറയുന്നത് പാറസ്ഥലമാണ്. പാറസ്ഥലമാകരുത്. വിശ്വാസത്തോടെ പറ, ഞങ്ങൾ പാറസ്ഥലമല്ല. നാം
എങ്ങനെയാ കാണുന്നത്? ജുഡബല റികബല ഘടകമുര വസ്തുന നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ കണ്ടു. ഞാൻ ബാലനെന്ന് നീ പറയരുത്. നാട്ടുകാര് നിന്നെ കുറിച്ച് വല്ലതും പറയും, അത് നമുക്ക് വിഷയമല്ല. അത് ദൈവം ഏൽപ്പിച്ചിട്ട് ഒരാളെ പറയുന്നു. നാട്ടുകാരെന്തോ പറയട്ടെ, നാട്ടുകാര് പറയും അവരൊരു കൊലപാതകൻ. ബർബർമാർ പറഞ്ഞില്ലേ കൊലപാതകനാണ്, പറയട്ടെ. നാട്ടുകാരെന്ത് പറഞ്ഞാലും ചൂടപാരക ശബ്ദന ആരൊക്കെ എന്ത് പറഞ്ഞാലും ലോകം മുഴുവനും നമുക്കെതിരായി നിന്നാലും എല്ലാവരും വെല്ലുവിളിച്ചാലും കർത്താവിന്റെ വാക്തത്വം നമ്മളിലുണ്ടോ? കർത്താവിൽ മുറുകെ പിടിക്കുക. കർത്താവ് നമ്മെ കാണുന്നത് പോലെ നാം കാണണം. വിക്കനെന്ന് പറയരുത്, ബാലനെന്ന് പറയരുത്. നമ്മൾക്ക് ചോദിക്കാം, നമ്മൾ പാറസ്ഥലമാണോ? മീറ്റിങ്ങിൽ വന്ന് ദൂത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആരാധിച്ച് വേഗത്തിൽ അണയുന്ന പാറസ്ഥലമാണോ? എവിടെയാ തകരാറ്? വിതച്ചവനൊരു സ്വപ്നമുണ്ട്. ചൂടബല എന്താ വിതച്ചവന്റെ സ്വപ്നം? എന്താ? 100 മേനി. അഭിഷക്തന്മാരെ സ്തോത്രം, കർത്താവ് വിതച്ചത് 100 മേനി കൊയ്യാനാണ്. നമ്മളിലൂടെ അത്ഭുതങ്ങൾ നടക്കാൻ പോവാം. നമ്മളിലൂടെ കർത്താവ് വീര്യപ്രവൃത്തികൾ ചെയ്യാൻ പോവാ. സജിമ പാസ്റ്റർ വിശ്വസിക്കുക പാസ്റ്റർ. കർത്താവിനോട് ചോദിച്ചില്ലേ, കർത്താവ് എനിക്ക് ചില അത്ഭുതങ്ങൾ, എനിക്ക് വലിയൊരു അത്ഭുതത്തിന്റെ ശുശ്രൂഷ തരണം. കർത്താവ് ഇന്ന് വരെ ശുശ്രൂഷ സ്ഥലമല്ല. കർത്താവിനോട് ചോദിച്ചു തുടങ്ങിക്കോ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോവാ. ചില വിടുതലിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേക്കാൻ റെഡി ആയിക്കോ. ദൈവ പ്രവർത്തിക്ക് വേണ്ടി എത്ര പേര് ഏൽപ്പിക്കും? ഹല്ലേലൂയ. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാവോ? അനില തോമസ് ഒളന്നി കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഒത്തിരി തകർക്കപ്പെട്ട അനുഭവങ്ങളാ, ഒത്തിരി വേദനകളുണ്ട് കടന്നു പോകുന്നത്. അതെ, ഒന്ന് വാവിട്ട് കരയാൻ നല്ല മനസ്സല്ലേ? അതെ. അപ്പൊ എനിക്കൊരു വിടുതലല്ലയോ? ഉണ്ട്. ഒരു നന്മ കാണാൻ പറ്റുമോ? പറ്റും. പെട്ടെന്ന് വന്നു, പെട്ടെന്ന് ക്ഷീണിച്ചു പോകുന്നവളല്ല നീ. പെട്ടെന്ന് തളർന്നു പോകരുത്, പെട്ടെന്ന് ക്ഷീണിച്ചു പോകരുത്. ആത്മാവിൽ ഒന്ന് ബലപ്പെടാമോ? ആത്മാവിൽ ബലപ്പെടുന്നു. ആത്മാവിൽ ബലപ്പെടുക. ഉടബല റികനഘടക ദുരധനക ദൈവാത്മാ ശക്തമായി വെളിപ്പെടുത്തുന്നു. ഉടബല റികനക എന്തിന് എന്ന് ചോദിച്ച വിഷയത്തിന്റെ നടുവിൽ ദൈവാത്മാവ് പറയുന്നു, ആഴത്തിലേക്ക് വലയിറക്കിക്കോ, ആഴത്തിലേക്ക് വലയിറക്കിക്കോ. ദൈവത്തിന്റെ മഹത്വം അതിൽ വെളിപ്പെടാൻ പോവാ. നിന്നെ ഓർത്ത് കരഞ്ഞ വിഷയമല്ല, മറ്റു വിഷയത്തിന്റെ നീ കരഞ്ഞുകൊണ്ടിരിക്കുക. നിനക്ക് വേണ്ടി അല്ല മക്കളെ, പക്ഷെ നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന, വേദനിപ്പിക്കുന്ന വിഷയത്തിന്റെ അകത്തളത്തിൽ ദൈവത്തിന്റെ കരം ഒന്ന് ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഏറ്റെടുക്കുക. ഗുണബല റിവനഘടക അസ്തുന ജനക റഗത്തുരെ വൈഡവന റിഗനഘടക യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഏറ്റെടുക്കുക. സ്തോത്രം 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 ചുടവല വിക്കവര ഘട്ടകത്തുരവല അടരെ വൈഡക രഗക്ഷ്യ രഗശം ദുരാധര വൈഡവല റിഗനഘടക ഉടവല റിഗക്ഷം ദുനാധരഘടക. യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് സ്തോത്രം ചെയ്യാൻ പറ്റുന്നവരൊക്കെ സ്തോത്രം ചെയ്തോ. അന്യഭാഷ പ്രാപിച്ചവരത് അന്യഭാഷ ഉപവാസ പ്രാർത്ഥനയാ. സ്തോത്രം. 2ാമത്തെ സെക്ഷൻ രാത്രിയില് നമ്മൾ ആ ബലം ഒന്ന് ഏറ്റെടുക്കുക. കർത്താവേ അത്ഭുതങ്ങൾ ചെയ്യണമേ. ഹല്ലേലൂയ കർത്താവേ. പെട്ടെന്ന് മുളച്ചു വന്ന് വാടിപ്പോകുന്ന ഒരു പാറ സ്ഥലമല്ല. അടുത്തത്, ചിലത് മുള്ളിനിടയിൽ വീണു, അത് മുളച്ചു. കാലപ്പഴക്കത്തിൽ മുള്ളുകൾ അതിനെ ഞെരുക്കിക്കളഞ്ഞു. ക്ലേശങ്ങൾ, ഈ ലോകത്തിന്റെ ചിന്തകൾ, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ ആ ദൂതിനെ അങ്ങ് ഞെരുക്കിയത് കൊണ്ട് ഫലം പുറപ്പെടുവിച്ചില്ല. സത്യത്തിൽ സാത്താൻ എന്ന പ്രയോഗം വഴിയരികി അല്ലെ, അവിടെ മാത്രമേ വന്നോളൂ. പക്ഷെ അത് വഴിയരികി വീണ് വന്ന് കൊത്തിക്കൊണ്ടുപോകും. പിന്നീടെല്ലാം കടന്നു പോകുന്ന ജീവിതത്തിന്റെ പരിസ്ഥിതികളാണ്, ജീവിതത്തിലെ ക്ലേശങ്ങൾ. എനിക്ക് സ്തോത്രം. ലക്ഷങ്ങൾ പുറവുറുക്കുമ്പോഴും ദൈവത്തിന് വേണ്ടത് മോശയുടെ നീതിയാണ്. 1000 പുറവുറുക്കുമ്പോൾ, ലക്ഷങ്ങൾ പുറവുറുക്കുമ്പോൾ നാം എങ്ങനെ നിൽക്കുന്നു എന്ന് എന്റെ ദൈവത്തിന് അറിയണം. പുറവുറുക്കട്ടെ. സ്തോത്രം. ലക്ഷങ്ങൾ ഗീത കർത്താവൻ വ്യക്തമായി പറയും. ധനദാസി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാവോ? ധനദാസിയോട് പരിശുദ്ധം പറയാം. ആരൊക്കെ എന്തൊക്കെ പറയുന്നോ, എവിടൊക്കെ വേദന വരുന്ന വിഷയമല്ലമ്മ.
കർത്താവ് വ്യക്തമായി പറഞ്ഞ ദാസിയോട് പച്ചപ്പുഴുവും വിട്ടിലും തുള്ളനും തിന്ന് ശേഷിപ്പിച്ചത് മടക്കി തരാൻ പോകും. ശത്രു തിന്നു കളഞ്ഞത് മടക്കി തരും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഒരുമിച്ചായിട്ട് എടുക്കാം. നാം എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് ദൈവത്തിന് വിഷയം. പർവ്വതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ നിന്ന് ദൂത് കേട്ട മോശയും, നോക്കിക്കേ, പർവ്വതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ നിന്ന് ദൂത് കേട്ട മോശയും ദൈവ സാന്നിധ്യത്തിന്റെ അടുത്തുപോലും വരാത്ത അഹരോനും തമ്മിൽ എന്റെ ദൈവത്തിന് വ്യത്യാസമുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. താഴ്വരെ നിൽക്കുന്ന അഹരോൻ എന്ത് ചെയ്തു അതെന്റെ ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന മോശ എങ്ങനെ പെരുമാറുന്നു അതെന്റെ ദൈവത്തിന് വിഷയമാണ്. നമ്മൾ വൈകത്തില്ലയോ, അവർക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല, അവർക്ക് ആർക്കും ഒരു വിഷയമില്ല, അവരൊക്കെ നല്ല സ്മൂത്തായിട്ട് പോകുന്നു, അവർക്കൊന്നും പ്രതികൂലമില്ല, അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ എനിക്ക് മാത്രം എന്താ കർത്താവേ? മക്കളെ, താഴ്വരെ നിൽക്കുന്ന അഹരോൻ ഒരു പ്രശ്നവുമില്ല. പക്ഷെ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന മോശ 2 വർഷം കത്തിയിട്ട് അണഞ്ഞു പോകുന്നവനെ കർത്താവിന് വേണ്ട. 2 വർഷം കേട്ട് ദൂതൻ ആമേൻ പറഞ്ഞു, പക്ഷെ നടന്നില്ല എന്ന് കണ്ട് 3-ാം വർഷം പിന്നെയും പിന്മാറിപ്പോകുന്ന ഒരാളെ കർത്താവിന് വേണ്ടെന്നേ. കർത്താവിന് അങ്ങനെയുള്ള വ്യക്തികളെ വേണ്ട. ആമേ, സ്തോത്ര. ഹൃദയത്തെ ഞെരുക്കുന്ന വ്യക്തികളെ വേണ്ട. നാം നല്ല നിലത്ത് വീണ വിത്തായിരിക്കണം. അത് 60 മേനി, 100 മേനി, വിളഞ്ഞ് 30, 60, 100 അത് നമ്മൾ കണക്ക് കൂട്ടുന്ന സംഭവമല്ല. ദൈവത്തിന്റെ പ്ലാൻ നമ്മെ കുറിച്ച് ദൈവം കണക്കുകൂട്ടലുണ്ട്. നമ്മെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നമുക്കെതിരെയുള്ള മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾ തെറ്റും. ദൈവത്തിന്റെ കണക്കുകൂട്ടലുകൾ വെളിപ്പെട്ടു വരും. നമ്മുടെ കണക്കൂട്ടൽ തെറ്റും, നമ്മുടെ ചിന്തകൾ തെറ്റും. പക്ഷെ കർത്താവ് പറയുന്നു, നമുക്കെതിരെയുള്ള മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾ തെറ്റും, ദൈവത്തിന്റെ കണക്കുകൂട്ടലുകൾ വെളിപ്പെട്ടു വരും. ഇനി പറ, നാം വഴികരിയാണോ, പാറസ്ഥലമാണോ, മുള്ളിനിടയിൽ വീണതാണോ? അല്ല, നല്ല നിലമാ. നാം വാഗ്ദത്തത്തിന്റെ അവകാശത്തിൽ വരുത്തില്ല എന്ന് ആരാ ചിന്തിച്ചത്? ആ വിശ്വാസം ആരുടെ? സ്തോത്രം. ആമേൻ. ചൂടാരവന രഞ്ജിത്ത് രാജൻ കർത്താവ് വ്യക്തമായി പറയുന്നു, മാനസികമായി ക്ഷീണിപ്പിച്ചു കളവാൻ, മാനസികമായി തളർത്തിക്കളവാൻ വെല്ലുവിളിച്ച അനുഭവങ്ങളുണ്ട്. രഞ്ജിത്ത് പി. ആമേൻ. സ്തോത്ര രാജൻ. ദൈവത്തിന്റെ ആത്മ ശക്തമായി പറയുന്നു, മനസ്സിനെ തകർത്ത്, മനസ്സിനെ വേദനിപ്പിച്ച്, എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ലെന്ന് പറഞ്ഞു, തന്നോട് തന്നെ പറഞ്ഞു. ആമേൻ. എന്നേക്കാൾ പ്രായം കുറഞ്ഞവരും കഴിവ് കുറഞ്ഞവരൊക്കെ ഓരോ സ്ഥാനത്തെത്തിയപ്പോൾ എന്നെ കൊണ്ടൊന്നിനും പറ്റില്ലെന്ന് പറഞ്ഞ് ഉള്ളറയിൽ കരഞ്ഞ തന്റെ ദാസനോട് പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കാവോ? ദൈവനാമത്തിന് വേണ്ടി വിട്ടുകൊടുക്കാമോ? കർത്താവ് നിന്നെ മാനിക്കും. കർത്താവ് ശക്തമായി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ശക്തമായി എല്ലാരെയും സഹായിക്കാൻ നല്ല മനസ്സാ. ഒത്തിരി ശുദ്ധനാ, പക്ഷെ കരൾ ശൂന്യമാണ്. കയ്യിലൊന്നുമില്ല. വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, വേദനകൾ മാത്രം. എല്ലാരെയും സഹായിക്കാൻ മനസ്സാ. പക്ഷെ രഞ്ജിത്ത്, നീ പറഞ്ഞില്ലേ മോനെ, എന്നെ സഹായിക്കാൻ ആരുമില്ലപ്പാ, എന്നെ ഒന്ന് കരുതാൻ ആരുമില്ല. ഇപ്പോഴും അവിടെ പറഞ്ഞില്ലേ, എന്നോടൊന്ന് സംസാരിക്കണേ കർത്താവേ എന്ന് പറഞ്ഞു. പക്ഷെ കർത്താവ് പറഞ്ഞു, മക്കളെ, നിന്റെ ഹൃദയത്തിന്റെ വേദനകളെല്ലാം ഒന്ന് പൊട്ടിപ്പോട്ടെ, ആ ഹൃദയത്തിന്റെ വേദനകളൊക്കെ ഒന്ന് മാറിപ്പോകട്ടെ. നമ്മളിതൊരു ചടങ്ങിന്റെ പ്രാർത്ഥനയല്ല. ഒരു ചടങ്ങല്ല. എല്ലാവരും ഒക്കെ ഇരിക്കുന്ന കണ്ടുമ്പോൾ ഭയങ്കര ഗൗരവത്തോടെ അതിനകത്ത് സൂം മീറ്റിംഗ് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരുടെയും മുഖം ഒരു ഗൗരവം അല്ല. മക്കളെ, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. യേശുപ്പാ, നമ്മൾ ആരും വലിയവരില്ല, ദിവസം നമ്മളെല്ലാവരും ഒന്നുമില്ല കർത്താവിന്റെ കരങ്ങളില്. യേശുപ്പാ, ഒന്ന് സംസാരിക്കണമേ. ഒരു വ്യക്തിയോട് ദൂത് പറയുമ്പോൾ നമ്മൾ എല്ലാവരും സ്തോത്രം ചെയ്യുക, എല്ലാവരും സ്തോത്രം ചെയ്യുക ഒരുമിച്ച്. സ്തോത്രം. ഇന്നൊരു പകല് എനിക്ക് തോന്നുന്നു
86, 87 പേരോളം കൂടിയ മീറ്റിംഗിലാ. ഞാൻ നോക്കുമ്പോ സൂമിനകത്തിരിക്കുന്നവരെല്ലാം ആരാധിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും അഭിഷക്തന്മാരുണ്ട്, ഉന്നതന്മാരുണ്ട്, എല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കുക. എന്നാ ആ മീറ്റിംഗ് നിർത്താൻ പറ്റിയില്ല. സാധാരണ മീറ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ മക്കളെ. നമ്മൾ ചുരുക്കം പേരിടത്തുള്ളൂ. നമുക്ക് ഒരുമിച്ച് ഒന്ന് സ്തോത്രം ചെയ്യാം, ഒന്ന് സന്തോഷത്തോടെ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഒറ്റ വ്യക്തികൾ ക്ഷീണിച്ചു പോകാൻ അനുവദിക്കരുത്. ആമേൻ, സ്തോത്രം. ഒരിക്കലും ആരും തകർന്നു പോകാൻ അനുവദിക്കരുത്. നമ്മളെ ഞെരുക്കാൻ അനുവദിക്കരുത്. പാറസ്ഥലത്ത് ഉണങ്ങിപ്പോൻ അനുവദിക്കരുത്. ആമേൻ, പിശാച് കൊത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കരുത്. നമ്മൾ കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നവരാകുക. ശക്തമായി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. ശക്തമായി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. യേശുവിന്റെ നാമത്തില് ഉടമന ആ രഞ്ജത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. തകർന്നിരിക്കുന്ന മരിച്ചാൽ മതി എന്ന് വരെ ചിന്തിച്ച മനുഷ്യനാ. പക്ഷെ എന്തിനാപ്പാ ജീവിതം എന്ന് ചോദിച്ച വ്യക്തിയാ. പക്ഷെ കർത്താവ് മാനിക്കാൻ പോവാ, പൂർണ്ണമായി ഏറ്റെടുക്കാവോ? ആമേ, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉണരാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേ, നീയ ഏൽപ്പിക്കുമോളെ ശക്തമായി ഏൽപ്പിച്ചു കൊടുക്കുക. ശക്തിയോടെ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരുമനപ്പെട്ട ശക്തിയോടെ ഉടമന റിബന ശബ്ദനെ അടര വൈഡനെ രക്ഷസിയാനവ യേശുവിന്റെ നാമത്തില് ഈ വചനത്തെ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് ഇനി നിന്ന വേണ്ട, വേദന വേണ്ട, ഞെരുക്കം വേണ്ട, കഷ്ടം വേണ്ട, അവഗണന വേണ്ട. അങ്ങനല്ല, അതിനെ ജയിപ്പാൻ എനിക്കൊരു കൃപ തരണമേ. ഞങ്ങളെ ഞെരുക്കാൻ അനുവദിക്കരുത്. ഞങ്ങളെ പിശാച് തകർക്കാൻ അനുവദിക്കരുത്. സാത്താൻ കൊത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കരുത്. പച്ചപ്പുഴ തിന്നു കളഞ്ഞത്, വീട്ടിൽ തിന്നു കളഞ്ഞത്, തുള്ളൻ തിന്നു ശേഷിപ്പിച്ചത് ഞങ്ങൾക്ക് മടക്കി തരണമേ. സുഡവരവര യേശുവിന്റെ നാമത്തിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കും. കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടപ്പ, ദൈവസാന്നിധ്യം ഇറങ്ങട്ടപ്പ, ദൈവശക്തി ഇറങ്ങട്ടെ. കർത്താവ്, ഞങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ദൈവത്തിന് അബദ്ധം പറ്റത്തില്ല. ഞങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ദൈവത്തിന് അബദ്ധം പറ്റത്തില്ല. ഞങ്ങളെ കർത്താവ് വിളിച്ചിറക്കിയിട്ട് വന്നേ. കർത്താവ് ഞങ്ങളെ നിർത്തിയത് ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക. ശത്രു അപകരിച്ചു കൊണ്ടുപോകാൻ അനുവദിക്കരുതേ. ആത്മാവിന്റെ സാന്നിധ്യം, ആ അഭിഷേകത്തിന്റെ നിറവ്, ആ ദൈവ സാന്നിധ്യം എന്റെ മേലൊന്ന് പകരണേ. യേശുപ്പ, എന്റെ മേലൊന്ന് പകരണമേ. കർത്താവേ, ആ ദൈവ സാന്നിധ്യം എന്റെ മേലൊന്ന് പകരണമേ. കർത്താവെ, ലക്ഷങ്ങളെ വിടുവിപ്പാ. ഒരുവനെ കണ്ടെങ്കിൽ ലക്ഷങ്ങളെ വിടുവിപ്പാ. കർത്താവ്, മോശയുടെ മേൽ അധികാരം പകർന്നെങ്കിൽ കർത്താവ് രാമേ അനേകരെ വിടുവിപ്പാൻ ഞങ്ങളെ കർത്താവ് കണ്ടതപ്പാ. അനേകരെ രക്ഷിപ്പാൻ ഞങ്ങളെ കർത്താവ് വിളിച്ചതപ്പോ. അനേക തകർന്ന കുടുംബങ്ങളെ പണിതെടുക്കുവാ ഞങ്ങളെ ഉപയോഗിച്ചത് ഈ മിനിസ്ട്രിയെ കർത്താവ് കണ്ടെങ്കിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പോ ഞങ്ങളെ സഹായിപ്പാനോ സ്നേഹിപ്പാനോ ഞങ്ങളെ ചേർത്ത് പിടിക്കാനോ ലോകത്തിൽ ആരുമില്ല. പ്രലോഭനങ്ങളും ആമെ സ്തോത്രം വലിയ ഞങ്ങളെ ആമെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളൊക്കെ ഞങ്ങളോട് പറഞ്ഞെങ്കിലും ഞങ്ങളെ സ്നേഹിപ്പാൻ, ഞങ്ങളുടെ വിഷയത്തിൽ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ആരുമില്ല. ഐവി വിശ്വസിക്കാമോ മോളെ? കർത്താവ് നിന്നോട് വ്യക്തമായി പറയുന്നു, കർത്താവെ, ഞാൻ എല്ലാരെയും സഹായിക്കാം, പക്ഷേ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ എന്നെ സഹായിപ്പാൻ ആരുമില്ല. കർത്താവ് പറയുന്നു, യേശുവിനെ നിന്നെ സ്നേഹിക്കുന്നു. അനേകരെ തകർന്നവരെ നിന്റെ കരത്തിലൂടെ ദൈവപ്രവൃത്തി കാണത്തക്കവണ്ണം നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. നീ പ്രാർത്ഥിച്ചതുപോലെ തന്നെ അപ്പാ, ഞാൻ അനേകർക്ക് ഒരു ആശ്വാസമായി മാറണം. എനിക്ക് കൊടുത്ത് സഹായിക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല അപ്പാ, പക്ഷെ നീ അനേകരെ കരുതുവാൻ കർത്താവ് കണ്ടേക്കോ മോളെ. കർത്താവ് നിന്നെ കണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഒത്തിരി ഞെരുക്കുന്ന വിഷയം കൊണ്ട് ഞെരുക്കിക്കളയുന്ന അനുഭവങ്ങളുണ്ട്, ഞെരുക്കിക്കളയുന്ന അനുഭവങ്ങളുണ്ട്. അതിനെ ജയിച്ചു കയറാൻ ഒരു അഭിഷേകം കർത്താവെ പ്രിയപ്പെട്ടതിന്റെ മേൽ വെളിപ്പെട്ട് വരട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ഏറ്റെടുക്കുന്നു. സ്വർഗം ഞങ്ങളെ മാനിക്കണമേ. കർത്താവെ, ഈ മീറ്റിംഗിൽ പങ്കെടുത്ത ഞങ്ങളുടെ എല്ലാ വാത്സല്യ സഹോദരങ്ങൾക്കായ സ്തോത്രം. ആരോടും തുറന്നു പറയാൻ കഴിയാതെ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് സ്വർഗം ഇറങ്ങി വരണമേ.
പ്രത്യേകിച്ച് കർത്താവേ അപ്പാ സ്തോത്രപ്പാ, ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഒരുപക്ഷെ ഞങ്ങളുടെ റൂമിനകത്താ ഞങ്ങൾ ഇരിക്കുന്നത്, ആരും കാണാതെ റൂമിനകത്ത് ഞങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിലാ. പക്ഷെ ഞങ്ങൾ കർത്താവേ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കണം. അവിടെ ഇറങ്ങി വരുന്നൊരു ദൈവ സാന്നിധ്യം, അതിനകത്ത് കർത്താവേ ഞങ്ങളുടെ റൂമിനകത്ത് ഇറങ്ങി വരുന്നൊരു അഭിഷേകത്തിന്റെ സാന്നിധ്യം, അത് ഞങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ യേശുവിന്റെ നാമത്തിൽ. റോമ ശിഖവരക അടരെ വൈഡക രകടകതുന. കർത്താവേ സ്തോത്രപ്പാ, ഞങ്ങളെ ഒന്ന് ഒരുക്കണമേ, ഞങ്ങളോട് കർത്താവേ ഇടപെടണമേ, ഞങ്ങളോട് സംസാരിക്കണം, ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. ഞങ്ങളോട് മനസ്സളി ദൈവത്തിന്റെ വരവിനായി കർത്താവെ അങ്ങയുടെ വരവിനായി ഞങ്ങൾ ഒരുക്കണം. പ്രത്യാശ യേശപ്പാ സംരക്ഷിക്കും, കൃപയും മറയ്ക്കും. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്നെ ക്ഷണിച്ച സ്തോത്രം ദൈവദാസന്മാരോട് കർത്താൻദാസൻ ഐസക്ക്, കർത്താൻദാസൻ ദാസന്മാരെ എല്ലാം ഞാൻ ഈ സമയം ഓർക്കുന്നു. സജി പാസ്റ്റർ സ്തോത്രം, അജീഷ് ചാക്കോ, എല്ലാ ദൈവദാസന്മാരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓർക്കുമ്പോഴൊക്കെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവനാമം മുഖത്തപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവ് നല്ല അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമ്മളെ കേൾപ്പിച്ചതിനാ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ദൈവാത്മാവ് നമ്മുടെ കൃത്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആമേ സ്തോത്രം. വിതയ്ക്കപ്പെട്ട വചനമൊന്ന്. ആമേ സ്തോത്രം. വിതയ്ക്കപ്പെട്ട ആമേ സ്തോത്രം. വിതകാരന്റെ ഉദ്ദേശവും ഒന്നില്ല, 100 മേനി ഫലം കായ്ക്കണമെന്നായിരുന്നു. എന്നാൽ ആമേ പലപ്പോഴും ഫലം കായ്ക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായി നമ്മോട് ഇടപെട്ടു. ദൈവാത്മാവ് കൃത്യമായി നമ്മോട് സംസാരിക്കുവാൻ തക്കോണം ഇവിടെയായി തീർന്നില്ല. വ്യക്തിപരമായി ദൈവാത്മാവ് നമ്മോട് സംസാരിച്ചു. ആമേ സ്തോത്രം. കർത്താവ് കേൾപ്പിച്ച നല്ല ആലോചനയ്ക്ക് മുമ്പിൽ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. പ്രിയ കർത്താവിന്റെ ദാസിയുടെ ശുശ്രൂഷകളെ അതിപൂർവ്വം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അനേകർക്ക് പ്രയോജനപ്പെടുവാൻ, അനേകരെ കർത്താവിലേക്ക് ഇനി ഒരുക്കുവാൻ, ആമേ സ്തോത്രം നിത്യരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുവാൻ കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെയും ദൈവം ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രാത്രികാലം കേട്ട വചനം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ആമേ സ്തോത്രം, അത് 100ഉം 60ഉം പേരും ഫലം കായ്ക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി നാം സ്തോത്രത്തോടെ ദിവസത്തിലായിരിക്കുമ്പോൾ ആമേ സ്തോത്രം പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതിന് വേണ്ടി നമ്മുടെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ ജോസഫ് ചാക്കോ പാസ്റ്ററെ ക്ഷണിക്കുന്നു. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിവേളയിൽ അങ്ങയുടെ തിരുസാന്നിധ്യം പകർന്ന് ശുശ്രൂഷകളെ അവിടുന്ന് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ചാരംഭിച്ച നിമിഷം മുതൽ അങ്ങയുടെ സാന്നിധ്യം ഈ സൂമിൽ വിവിധ ഭവനങ്ങളിൽ ആയിരിക്കുന്നതിന് ജനത്തിനു വേണ്ടി അവിടുന്ന് അയച്ചു തന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷകളെ നിയന്ത്രിപ്പാൻ പ്രിയ സജിമോൻ പാസ്റ്ററെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഗാന ശുശ്രൂഷയ്ക്കായി നിരദാസനെ പ്രത്യേകിച്ച് അവിടുന്ന് കരങ്ങളിലെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കായി നിരദാസിദാസന്മാരെ ഒരുക്കിയല്ലോ. ഒടുവിലായി അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഞങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ തട്ടി ഉണർത്തി ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഓ, അവിധകാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടപ്പോൾ വിത്തുകൾ പലതും വഴിയരികിൽ വീണതിനെ കുറിച്ച്, പാറസ്ഥലത്ത് വീണതിനെ കുറിച്ച്, മുള്ളിനിടയിൽ വീണതിനെ കുറിച്ച്, സവിസ്താരമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളായിരിക്കേണ്ട ഞങ്ങളുടെ സാഹചര്യങ്ങളും ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഞങ്ങളുടെ സ്ഥിതികളും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായ അനുഭവങ്ങളുമൊക്കെ ഊന്നിക്കൊണ്ട് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദിനദാസിയിലൂടെ ഇന്ന് രാത്രി അവിടുന്ന് അരുളി ചെയ്ത നല്ല വചനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും വചനങ്ങൾ ഞങ്ങൾ കേൾക്കുന്നവരാണ്, എന്നാൽ അത് വേണ്ടതുപോലെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയാതെ പോകുന്നു. എന്നാൽ വഴിയരികിലായിരിക്കാനിടയാകാതെ, പാറസ്ഥലത്തിന്റെ അനുഭവമായിരിക്കാനിടയാകാതെ, മുള്ളിന്റെ അവസ്ഥയായിരിക്കാനിടയാകാതെ, ഈ ദിവസങ്ങളിൽ നല്ല നിലത്ത് വീണ വിത്ത് പോലെ ഇന്ന് രാത്രി ഈ കേൾക്കപ്പെട്ട ദൂതുകൾ, വചനങ്ങൾ ഞങ്ങളുടെ അകത്തലങ്ങളിൽ
ആത്മാവിൽ വിതയ്ക്കപ്പെടുന്ന ദൈവവചനത്തിന്റെ ഫലകരമായ ചില വിടുതലുകൾ ഇന്ന് രാത്രി ആത്മാവിൽ വെളിപ്പെടുത്തണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ ക്ഷീണിച്ചവരായി തീരാറുണ്ട്. അവഗണനയുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ തളർന്നു പോകാറുണ്ട്. കർത്താവെ, പലപ്പോഴും ജീവിതത്തിൽ നിരാശപ്പെടാറുണ്ട്. എന്ത് കഴിയുമെന്ന് ചോദിച്ച് പലപ്പോഴും ഞങ്ങൾ പുറകോട്ട് മാറുന്നവരാണ്. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങളുടെ ദൈവത്തിന്റെ ശബ്ദം ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടതിനായി സ്തോത്രം. ചിലരെ വ്യക്തിപരമായി കരം പിടിച്ച് ദൈവം ഉയർത്തിയതിനായി സ്തോത്രം. ഇന്ന് രാത്രി അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരട്ടെ. ദൂതുകൾ കേട്ടവർ, ആമേൻ, ദൈവവചനം കേട്ടവർ, ആമേൻ, എല്ലാവരും തന്നെ ഇന്ന് രാത്രി സൂമിൽ ശക്തിയോടെ, വിടുതലോടെ ദൈവശബ്ദത്തിന്റെ മുൻപിൽ തങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു പുത്തൻ അനുഭവത്തിലേക്ക് ഇന്ന് രാത്രി മടങ്ങി വന്ന് ആത്മാവിൽ ബലപ്പെട്ട് മുന്നോട്ട് പോകുവാൻ അവിടുന്ന് കൃപ ചെയ്യണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദുരിതാശയിലൂടെ അവിടുന്ന് ശക്തമായി ഞങ്ങൾ ഇടപെട്ടല്ലോ. ഇനിയും അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവുമായി ദുരിതാശയെ അവിടുന്ന് കരങ്ങളിലെടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യണമേ. കുടുംബമായവരുടെ ശുശ്രൂഷയെ ദൈവം മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഷൂമിലായിരിക്കുന്ന എല്ലാ കർത്തൃദാസിദാസന്മാർക്കായി സ്തോത്രം. ഞങ്ങളുടെ ചീഫ് അഡ്മിനായിരിക്കുന്ന ഐഷക്ഷാറിന്, മറ്റ് അഡ്മിന്മാർക്ക്, ദൈവദാസിദാസന്മാർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ഞങ്ങൾക്ക് നൽകി. അടുത്ത ദിവസവും ഉപവാസ പ്രാർത്ഥന പകലും വൈകിട്ടുമായി നടക്കുന്നല്ലോ. വലിയൊരു വിടുതലായി ഈ ശുശ്രൂഷകൾ തീരുവാനിടയാക്കണം. ഞങ്ങളുടെ ഈ ഹോളി ഫെയ്ത്ത് പ്രയർ ഗ്രൂപ്പിന് ഒരു വലിയ ചേഞ്ച് ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്തെടുക്കണം. ദൈവദാസിദാസന്മാർക്ക് വലിയ ലക്ഷ്യത്തിലേക്ക്, വിടുതലിലേക്ക് ഈ ദിവസങ്ങളിൽ കടന്നു വരുവാൻ ഇത് മുഖാന്തരമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി നൽകി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി, ആശീർവാദങ്ങൾക്കായി, നന്മകൾക്കായി സ്തോത്രം. നാളെ കർത്താവേ, തുടർന്ന ശുശ്രൂഷകളിൽ ഇനിയും അനേകരും വന്ന് സംബന്ധിക്കത്തക്ക നിലയിൽ എല്ലാവരെയും അവിടുന്ന് ഉണർത്തിയാട്ടെ. ഈ രാത്രി അനുഗ്രഹ നിറവോടെ അടിയങ്ങൾ പിരിയുമ്പോൾ പിരിയാത്ത സ്നേഹത്തിലും സാന്നിധ്യത്തിലും മറച്ച് പുത്രനെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാ നിലകളിലും തിരുനാമത്തെ മാത്രം ഉയർത്തും. പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഈ രാത്രി കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചിരിക്കാൻ ആ വചനത്തിന്റെ ദൂതിന്റെ മുൻപാകെ ഒരു പുതിയ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നടത്താൻ പോകുന്നതിനായി ഒരു പ്രാവശ്യം കൂടെ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാവാത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം, കൃപ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും വിശേഷിയായി സൂമിലായിരിക്കുന്ന എല്ലാ കർത്തൃദാസിദാസന്മാരും, പ്രത്യേകിച്ച് ശുശ്രൂഷകളിൽ ഇതിനെ നിയന്ത്രിക്കുകയും പാടുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത, വിശേഷിയായി ഇന്ന് രാത്രി ദൈവവചനം ശുശ്രൂഷിച്ച കർത്തൃദാസിയോടും തുടർന്ന് നടക്കുന്ന നമ്മുടെ ഉപവാസ പ്രാർത്ഥനയോടും ശുശ്രൂഷകളോടും കൂടെ തുടർന്നും ഇന്നും എന്നേക്കും കർത്താവിന്റെ മടങ്ങിവരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ രാത്രിയിലും ജയം തന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, മടങ്ങി വരണമേ.